ഇന്ന് നിങ്ങളോട് ഈ സന്ധ്യയിൽ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് വിൽക്കപ്പെട്ട അനേകം മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ്. സ്വയം അതിനുവേണ്ടി നിന്നുകൊടുത്തവരും ഉണ്ട്. അതോടൊപ്പം നമ്മുടെ തമ്പുരാൻ വിലക്കെടുത്തവരായ നമ്മൾ ഓരോരുത്തരും വിലയുള്ളവരായി ജീവിക്കണം എന്ന ഒരു സന്ദേശമാണ് ഇന്ന് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. ജോൺ ഓഫ് ആർക്ക് എന്ന് പറയുന്ന ഒരു ധീര വനിത തൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരാൺവേഷം ധരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുകയും പല യുദ്ധങ്ങളും വിജയിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് യുദ്ധങ്ങൾ തോൽക്കുമ്പോൾ അവളെ മതനിന്ദ ചുമത്തി ചുട്ടുകൊല്ലുകയും, എന്നാൽ കാലങ്ങൾ കഴിയുമ്പോൾ ഇന്ന് അനേകർക്ക് മധ്യസ്ഥയായി ജോൺ ഓഫ് ആർക്ക് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അവളുടെ വില വാങ്ങിയവർ ഒരുപക്ഷെ അവൾ അവസാനമായി പറഞ്ഞ യേശു എന്ന വാക്ക് ഇന്നും കത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടുന്നത്. മഹാത്മാഗാന്ധിജി വെടിയേറ്റ് വീഴും എന്ന ആ ദിവസം ഒപ്പമുള്ള മനുവിനോട് പറയുന്നുണ്ട്, പ്രഭാതത്തിൽ ഇന്ന് ഞാൻ വെടിയേറ്റ് വീണാൽ എൻ്റെ വായിൽ നിന്ന് ഈശ്വരന്റെ ശബ്ദമാണ് ഉണ്ടാകേണ്ടുന്നത്. ഇങ്ങനെ നമ്മുടെ ദേശത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, തമ്പുരാന് വേണ്ടി മറ്റുള്ളവരാൽ വിൽക്കപ്പെടുകയും അതോടൊപ്പം തന്നെ സ്വയം വിൽക്കുവാൻ തക്കവണ്ണം നിന്നുകൊടുക്കുകയും ഒക്കെ ചെയ്തവരുടെ ചരിത്രം നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ വളരെ ദീർഘനാളത്തെ ഒരു പട്ടിണി കിടന്ന ഒരു സ്ത്രീ നമുക്കിടയിലുണ്ട്. ആ സ്ത്രീ ആരാണെന്ന് ചോദിച്ചാൽ ഈറോം ശർമിളയാണ്. 10-16 വർഷം ഒന്നും കഴിക്കാതെ, എന്നാൽ സർക്കാർ അവരെ പേടിച്ചുകൊണ്ട് ട്യൂബിലൂടെ അവർക്ക് ഭക്ഷണം നൽകി. എന്നാൽ അടുത്തിടെ അവർ അവരുടെ സമരമൊക്കെ അവസാനിപ്പിച്ചു. എങ്കിലും അവർ എഴുതിയ മനോഹരമായ ഒരു കവിതയുണ്ട്. ആ കവിത നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. അവർ ഇങ്ങനെയാണ് കുറിച്ചിട്ടിരിക്കുന്നത്: ജീവിതം അതിൻ്റെ അവസാനമെത്തിയാൽ എൻ്റെ ചേതനയറ്റ ശരീരം അഗ്നിജാലകൾക്ക് നടുവിൽ ചാരമാകാൻ അച്ഛൻ കൗബ്രുവിന്റെ മണ്ണിലേക്ക് കൊണ്ടുപോവുക. മഴുകൊണ്ടും മൺവെട്ടി കൊണ്ടും അത് വെട്ടിത്തറയ്ക്കുന്നത് എനിക്ക് വെറുപ്പാണ്. പുറങ്കൂന ഉണങ്ങാൻ അനുവദിക്കണം, അകമണ്ണിൽ ചെയ്യാനും. വരും തലമുറയ്ക്ക് എന്തെങ്കിലും പ്രയോജനം വേണം, ഖനിയിലെ അയിരാകാനെങ്കിലും. എൻ്റെ ജന്മദേശമായ കാംഗ്ലയിൽ മുതൽ ഞാൻ സമാധാനത്തിന്റെ സുഗന്ധം പരത്തും. വരാനിരിക്കുന്ന യുഗങ്ങളിൽ അത് ലോകം മുഴുവൻ വ്യാപിക്കും. അതിലെ അവസാന വരികളെങ്കിലും നമ്മൾ ഓർത്തു വെക്കേണ്ടുന്നതാണ്. ഞാൻ സമാധാനത്തിന്റെ സുഗന്ധം പരത്തും, വരാനിരിക്കുന്ന യുഗങ്ങളിൽ അത് ലോകം മുഴുവൻ വ്യാപിക്കും. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും ഓർത്തു പോകാറുണ്ട്, ഭാരത സംസ്കാരത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ എന്തുകൊണ്ട് പുലിക്കോട്ടിൽ തിരുമേനിമാരുടെ ചിത്രം കുട്ടികൾക്ക് ചരിത്രത്തിൽ പഠിക്കുവാൻ തക്കവണ്ണം ഇന്നുവരെയും അച്ചടിച്ചു വന്നില്ല? നമ്മളേറെ ചിന്തിക്കേണ്ടുന്നതായ കാര്യമാണ്. എന്തുകൊണ്ട് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഊർസ്ലേം യാത്രാ വിവരണം കേരളത്തിൽ നിന്ന് ആദ്യം അച്ചടിച്ചതായിട്ട് കൂടി എന്തുകൊണ്ട് ഇവിടെ അതിൻ്റെയൊക്കെ 100 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചർച്ചയ്ക്കെടുക്കുന്നില്ല? ഇങ്ങനെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ദീപ്തമായ, സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ദീപ്തമായ സ്മരണകൾ നൽകിക്കൊണ്ട്, പ്രത്യേകിച്ച് ഈ മണ്ണിൽ നിന്നുകൊണ്ട് അക്ഷരങ്ങളുടെ ഒരു പ്രസ്സിൽ നിന്ന് അനേകം സാഹിത്യകാരന്മാരെ സൃഷ്ടിച്ച ആത്മപോഷിണി പോലെയുള്ള ആദ്യകാല ഭാരതത്തിന്റെ, കേരളത്തിന്റെ ഭാഷയുടെ സംഭാവനകളൊക്കെ നൽകിയ മണ്ണിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ സഭയെ മറന്നുകൊണ്ട്
സ്വയം സമൂഹത്തിന് വേണ്ടി നൽകിയവരെ മറന്നുകൊണ്ടുള്ള ചരിത്ര നിർമ്മിതിയിൽ നമുക്കും നമ്മുടെ സഭയ്ക്കും പലതും ചിന്തിക്കുവാനും വീണ്ടെടുക്കുവാനും പല കാര്യങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുവാനും ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടുന്നതാണ്. പലപ്പോഴും കപ്പലിന്റെ അടിയിൽ യോനാ നബി ഇതൊക്കെ നടക്കുമ്പോഴും ഉറങ്ങുന്നത് പോലെ ഒരു ചീട്ട് നമുക്ക് വീഴാത്തത് കൊണ്ട് എത്ര കാലം നമ്മുടെ ഉറക്കം മുൻപോട്ട് പോകും എന്നുള്ളത് നമ്മെ ചിന്തിപ്പിക്കേണ്ടുന്നതാണ്. ഒന്നാമതായി ഇന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 27-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 27-ാം വാക്യം. വരുവീൻ, നാം അവനെ ഇശ്മായേല്യർക്ക് വിൽക്കുക. നമുക്കറിയാം ഇത് ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്ന്. ഗോത്രപിതാവായിരിക്കുന്ന യൗസേപ്പ് പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. മറ്റാരുമല്ല, സ്വന്തം സഹോദരങ്ങൾ 20 വെള്ളിക്കാശിന് വിറ്റുകളഞ്ഞ യൗസേപ്പ് പിതാവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഈ വേദഭാഗത്തോട് ചേർന്ന് ഒന്നാമതായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്, വിൽക്കപ്പെടുമ്പോഴും വിശുദ്ധിയുടെ വസ്ത്രം കാത്തുസൂക്ഷിച്ച യുവാവായിരുന്നു യൗസേപ്പ് എന്നുള്ളതാണ്. വിൽക്കപ്പെടുമ്പോഴും തൻ്റെ വിശുദ്ധിയുടെ വസ്ത്രം കാത്തുസൂക്ഷിച്ച നമ്മുടെ ഇന്നത്തെയല്ല എക്കാലത്തേക്കുമുള്ള യുവാക്കൾക്കും യുവതികൾക്കുമുള്ള അനുകരണീയമായ മാതൃകയാണ് യൗസേപ്പ് പിതാവ് എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടുന്നത്. അവനിൽ ആരോപിക്കപ്പെട്ടതായ കുറ്റം എന്നുള്ളത് അവൻ സ്വപ്നങ്ങൾ കണ്ടു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ വീട്ടിലും കുഞ്ഞുങ്ങളൊക്കെ സ്വപ്നം കാണുമ്പോൾ ചിലരതിനെ വഴക്ക് പറയും. ചിലപ്പോൾ നിനക്കെന്തെങ്കിലും കുരിശു വരച്ചിട്ട് കിടക്കാൻ പറയും. നല്ല സ്വപ്നങ്ങളും ചീത്ത സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ യൗസേപ്പ് കണ്ട സ്വപ്നങ്ങൾക്ക് പിന്നിൽ കാലങ്ങൾക്ക് ശേഷം അവനിലൂടെ നിറവേറാനുള്ള വലിയ വലിയ ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം പലരും നമ്മെ പഠിപ്പിക്കുവാൻ ശ്രമിച്ചത്, ഉറങ്ങുമ്പോഴല്ല ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളിലേക്ക് നിന്റെ കണ്ണും കാതും നീ കൂർപ്പിക്കണമെന്ന്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് സ്വപ്നങ്ങളുടെ കൂട്ടുകാരനായ ഒരുവൻ, പിതാവിന്റെ ഇഷ്ടപുത്രൻ, ദൈവാശ്രയത്തിൽ വളർന്നു വന്ന യുവാവ്, പിന്നീട് പ്രതിസന്ധികളുടെ നടുവിലും പ്രത്യേകിച്ച് അനേകം വർണ്ണങ്ങളുള്ള അവന്റെ അലങ്കാര വസ്ത്രം അവന് നഷ്ടപ്പെടുമ്പോഴും അവൻ വിശുദ്ധിയുടെ വസ്ത്രം കാത്തുസൂക്ഷിച്ചു എന്നുള്ളതാണ്. പിന്നീടും അവനെ വിൽക്കുകയാണ്. ഇസ്മായേല്യർക്ക് വിറ്റതിന് ശേഷം അവനെ പൊത്തിപ്പേർ അവനെ വിലയ്ക്ക് വാങ്ങുന്നതായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് യുവാക്കളോട് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം ജോസഫിന്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ തലമുറയോട് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം എത്ര പറഞ്ഞാലും വീണ്ടും പറയുവാൻ തക്കവണ്ണം ശ്രമിക്കണം എന്നുള്ളതാണ്. ഒന്നാമത്തേത്, ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വീട് ഭവനമായി തീരുന്നത് മാതാപിതാക്കൾ മക്കളെ സത്യസന്ധരായി വളർത്തുമ്പോഴാണ്. പിതാവ് സ്വന്തം പിതാവിനെ ജ്യേഷ്ഠന്റെ വസ്ത്രം ധരിച്ച് ഒരാട്ടിന്റെ തോൽ കൊണ്ട് കഴുത്തുമറച്ച് അമ്മ എല്ലാ അനുഗ്രഹങ്ങളും അവിടെ പിടിച്ചു വാങ്ങുന്നതായ സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ അമ്മയിൽ നിന്ന് ഏറെ സ്നേഹം കിട്ടിയ, അപ്പനിൽ നിന്ന് അല്ലെങ്കിൽ അപ്പനെ കബളിപ്പിച്ചുകൊണ്ട് എല്ലാ അവകാശങ്ങളും വാങ്ങിയെടുത്ത ഒരുവൻ തനിക്കുണ്ടാകുന്ന മക്കളിൽ ഒരുവനെ അമിതമായി സ്നേഹിക്കുകയാണ്. ഒരുപക്ഷെ പല വീടുകളിലും സംഭവിച്ചിട്ടുള്ളത് വലിയ പ്രതിസന്ധിയാണത്. മാത്രവുമല്ല, ബാക്കി 12 പേർക്കും കൊടുക്കാത്ത അനേകം വർണ്ണങ്ങളുള്ള വളരെ മഹത്തായ ഒരു നിലയങ്കി മകന് വാങ്ങിക്കൊടുക്കുന്നു എന്നുള്ളതാണ്.
ഇത് ആ കുടുംബത്തിന്റെ താളം ഒരുപക്ഷെ മാറ്റിമറിക്കുകയാണ്. ഇന്ന് പലപ്പോഴും യുവാക്കന്മാരുടെയും യുവതികളുടെയും ഒക്കെ പരാതി ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പല കാര്യങ്ങളും, അതേക്കുറിച്ച് സിനിമകളും എഴുത്തുകളും ഒക്കെ ഉണ്ടായിരിക്കാം. ഒരു വീട്ടിന്റെ ഉള്ളിൽ തന്നെ പലതരത്തിൽ, അല്ലെങ്കിൽ അവരെ അനുകരിക്കുവാനൊക്കെ പറയുന്നതായ പല കാര്യങ്ങളും നമുക്കറിയാം. നമ്മൾ ഓർത്തിരിക്കേണ്ടുന്നത്, വിശുദ്ധനായ ഫ്രാൻസിസ് എന്ന് പറയുന്ന പുണ്യവാനായ ആ പിതാവിന്റെ ജീവിതത്തിൽ ഒരിക്കൽ ഇങ്ങനെ സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ തക്കവണ്ണം അദ്ദേഹം പോകുമ്പോൾ കൂട്ടുകാരനായി ലിയോയോട് അദ്ദേഹം പറയുന്നുണ്ട്, ലിയോ, എൻ്റെ ഉള്ളിൽ അപ്പനും അമ്മയും ഇങ്ങനെ എപ്പോഴും കലഹം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ കലഹം? അപ്പൻ പറയും, മോനെ, നീ വലിയവനാകണം, നീ വലിയൊരു സമ്പന്നനാകണം, അതോടൊപ്പം നിന്നെ എല്ലാവരും ഭയപ്പെടണം, ഒരുപാട് സമ്പത്തുണ്ടാക്കണം, ആരെങ്കിലും നിന്റെ ഒരു പല്ലടിച്ച് താഴെയിട്ടാൽ നീ അവന്റെ അണയിലെ എല്ലാ പല്ലും അടിച്ച് താഴെയിടണം. ഇങ്ങനെ അപ്പനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അദ്ദേഹം പറയണം, അമ്മ കാതരമായ ശബ്ദത്തിൽ പറയും, മോനെ, നീ ആരെയും ഉപദ്രവിക്കരുത്, ആരുമില്ലാത്തവർക്ക് വേണ്ടിയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും നീ അവരെ സഹായിക്കുവാൻ തക്കവണ്ണം നിലകൊള്ളണം. ഇങ്ങനെ അപ്പൻ പറയുന്ന ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളും അമ്മ പറയുന്നതായ ഈ ലോകത്തിലെ മനുഷ്യരോട് തമ്പുരാനെ പോലെ എങ്ങനെ ഇടപെടണമെന്നും പറയുന്നതായ ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ സംഘർഷങ്ങൾ തീർക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ചിലപ്പോൾ അത് ദൈവവും പിശാചുമാകുന്നു, ചിലപ്പോൾ അത് സത്യവും അസത്യവുമാകുന്നു, വെളിച്ചവും ഇരുട്ടുമാകാം. അതുകൊണ്ട് ഒരു വീട്ടിൽ ജീവിക്കുന്ന മാതാപിതാക്കൾ മക്കൾക്ക് അവർക്ക് പ്രതിസന്ധികളുടെ കാരണമായി തീരരുത് എന്നുള്ള ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തൽ അവിടെയുണ്ട്. അപ്പൻ വാങ്ങിക്കൊടുക്കുന്ന ഏറെ നിറമുള്ള വസ്ത്രങ്ങൾ അവനെ കൊണ്ടുപോകുന്നത് പൊട്ടക്കിണറിന്റെ അവസ്ഥയിലേക്കാണ് എന്നതാണ് നമ്മൾ കാണുന്നത്. രണ്ടാമതായി അവിടെ കാണുന്നത്, ജോസഫിന് അപ്പൻ കൊടുത്തതായ വസ്ത്രം കീറിയിട്ടും വിശുദ്ധിയുടെ വസ്ത്രം അവൻ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചും അത് വളരെയേറെ ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. നമുക്കൊത്തിരി പ്രതിസന്ധികൾ, നിന്ദകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. പ്രത്യേകിച്ച് അവന്റെ ജീവിതത്തിലെ വളരെയേറെ സങ്കടകരമായ ഒരു അവസ്ഥയിലാണ്. കാരണം അവനെ സ്വന്തം സഹോദരന്മാർ തന്നെ കൊല്ലുവാൻ ആലോചിക്കുന്നു. എന്നാൽ സ്വന്തം രക്തത്തെ കൊല്ലാതെ അവനെ വിൽക്കുവാൻ തക്കവണ്ണം തയ്യാറാകുന്നു. ഒരു സഹോദരനും സഹിക്കുവാൻ പറ്റാത്തതായ ദുഃഖമാണ് സ്വന്തം സഹോദരങ്ങൾ അവനെ വിൽക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അവന്റെ ജീവിതത്തിൽ അവനെ നമ്മളവിടെ കാണുന്നത്, അവന്റെ ആ വിശുദ്ധിയുടെ ജീവിതം അവൻ മാറ്റിക്കളഞ്ഞില്ല എന്നുള്ളതാണ്. ഇത് ഇന്നത്തെ തലമുറയിലെ ഓരോ യുവാക്കന്മാരും യുവതികളും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളും പഠിച്ചിരിക്കേണ്ടുന്നതായ ഒരു വസ്തുതയാണ്. നമ്മുടെ എല്ലാം നഷ്ടപ്പെടാം, സമ്പത്ത് നഷ്ടപ്പെടാം, ആരോഗ്യം നഷ്ടപ്പെടാം. എന്നാൽ വെൻ ക്യാരക്ടർ ലോസ്റ്റ് എന്നുള്ള ചിന്ത നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ സ്വഭാവം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടേക്കാം. പുണ്യവതിയായ റാബിയ എന്ന് പറയുന്ന ഒരു മിസ്റ്റിക് കവിയാണ്. 3 പ്രാവശ്യം അവൾ വിൽക്കപ്പെട്ടവളാണ്. അവളുടെ കവിതകൾ വളരെ മനോഹരമാണ്. ദൈവത്തോട് ആ പ്രകാശത്തെക്കുറിച്ച് പുണ്യവതിയായ റാബിയയുടെ കവിതകൾ വളരെ ശ്രദ്ധേയമാണ്. പലതവണ അവർ വിൽക്കപ്പെടുമ്പോഴും, മാതാപിതാക്കളെ കൊന്നു അവർ വിൽക്കപ്പെട്ടപ്പോഴും, അവരെ ഒരു വേശ്യാലയത്തിലേക്ക് വിൽക്കപ്പെട്ടപ്പോൾ രാത്രിയിൽ അവരുടെ അരികിലേക്ക് വരുന്ന പുരുഷന്മാരോട് നല്ല ജീവനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് അവർ സംസാരിക്കുകയും പാപബോധം അവരിൽ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ്.
വന്നവരാരും വീണ്ടും അവളുടെ അരിക്കിലേക്ക് വരാതിരിക്കുമ്പോൾ ആ വീട്ടിലുള്ളവർ തട്ടിന്റെ മുകളിൽ കയറിയിരുന്ന് കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോഴാണ് അവളുടെ പ്രകാശമുള്ള മുഖവും ദൈവത്തെക്കുറിച്ചുള്ള വചനവും കേൾക്കുന്നത്. വിൽക്കപ്പെട്ട് തെറ്റായ ജീവിത രീതികളിലേക്ക് അവൾ പോകേണ്ടുന്ന സാഹചര്യത്തിൽ വിശുദ്ധിയുടെ വസ്ത്രം പിഞ്ഞിപ്പോകാത്ത ഒരു സ്ത്രീരത്നത്തെയാണ് അവിടെ നമ്മൾ കാണുന്നത്. കുഞ്ഞുണ്ണി മാഷ് പറയുന്നുണ്ട്, നല്ല വാക്കും നല്ല നോക്കും നല്ല പോക്കും അയ്യ ജീവിതം നന്നായി. അതുകൊണ്ട് ജോസഫിന്റെ വസ്ത്രം കീറിയിട്ടും അവൻ വിശുദ്ധി കാത്തു സൂക്ഷിച്ചു. സ്വഭാവമെന്ന വസ്ത്രം അവന് നഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. മൂന്നാമത് അവന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ദൈവം എല്ലാ പ്രതിസന്ധിയുടെ നടുവിലും ജോസഫിനെ സഹായിച്ചു അല്ലെങ്കിൽ സംരക്ഷിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലരെങ്കിലും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, എന്താണച്ചാ എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ കഷ്ടപ്പാടുകൾ. പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോ വൈദികരും ഈ ഒരു ചോദ്യത്തിന് പലപ്പോഴെങ്കിലും ഉത്തരം പറയുവാൻ തക്കവണ്ണം സാധിക്കാതെ വന്നിട്ടുണ്ട്. കാരണം ഒരു വീട്ടിൽ തന്നെ നമ്മൾ കാണുന്ന അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും എല്ലാവരും ഒക്കെ പലപ്പോഴും ഒരുപക്ഷെ ഇത് നമ്മുടെ യുവാക്കളും യുവതികളും കുഞ്ഞുങ്ങളും എല്ലാവരും ചിന്തിക്കേണ്ടുന്നൊരവസ്ഥയാണ്. നമ്മുടെ ജീവിതത്തിൽ പൊട്ടക്കിണറിന്റെ അവസ്ഥയുണ്ടാകാം, അതോടൊപ്പം ജയിലിന്റെ അവസ്ഥയുണ്ടാകാം. നമ്മെ ഉയർത്തുന്ന ഒരു ദൈവത്തിന്റെ ഒരു വലിയ അനുഭവമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടുന്നത്. പ്രത്യേകിച്ച് കൊല്ലം ജില്ല, ഞാനൊരു കൊല്ലം ജില്ലക്കാരനാണ്. ഏറെ ആത്മഹത്യകൾ നടക്കുന്നത് കൊല്ലം ജില്ലയിലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പരിശുദ്ധ ബാവാ തിരുമേനി വർഷങ്ങളായി അതിനെതിരെ ആത്മഹത്യ ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് രക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള പല പദ്ധതികളും ആവിഷ്കരിച്ചിരിക്കുന്നത് നമുക്കറിയാം. ഇന്ന് ഈ 2-3 ആഴ്ച കൊണ്ട് നമ്മൾ കാണുന്നതും കുടുംബം ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുന്ന കാഴ്ചകളാണ്. വളരെ വേറിട്ട കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. മാതാപിതാക്കൾ ഒരുമിച്ച് കുഞ്ഞുങ്ങളെ ബക്കറ്റിൽ മുക്കി ഇങ്ങനെ എല്ലാവരും ഇവിടെ നിന്ന് കുടുംബമായി ഒരുമിച്ച് മരണത്തിന് കീഴ്പ്പെടുന്നതായ ഒരു കാര്യമാണ് കാണുന്നത്. ഇതൊരു മാതൃകയായി പോകുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നുകയാണ്. എന്നാൽ മിസ്രൈമിൽ അടിമയായിരിക്കുന്ന ഒരു പെൺകുട്ടി ദൈവത്തെ സാക്ഷിക്കുന്നതായ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. തന്റെ നാടിനെയും തന്റെ പ്രവാചകനെയും ആ ദൈവത്തിന്റെ കൃപയും സൗഖ്യത്തെക്കുറിച്ചുമൊക്കെ രോഗിയായ ഒരു മനുഷ്യനോട് പറഞ്ഞ് അവന്റെ 7 പ്രാവശ്യം മുങ്ങലിലൂടെ അവൻ സൗഖ്യം പ്രാപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ദൈവം ഏത് പ്രതിസന്ധിയുടെ നടുവിലും കൂടെ ഉണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുകയും ഉത്തരം കണ്ടെത്തുവാൻ പറ്റാത്ത ചോദ്യങ്ങളില്ല. ജീവിതത്തിന്റെ എന്നാണെങ്കിലും നമ്മൾ എത്തേണ്ടുന്നിടത്ത് എത്തുമെന്നുള്ള ഒരു തിരിച്ചറിവാണ് നമ്മെ നയിക്കേണ്ടുന്നത്. എല്ലാ വേദനയുടെ പിന്നിലും ചില കാരണങ്ങളുണ്ടെന്നും അതിന് ചില ഉദ്ദേശങ്ങളുണ്ട് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോഴും ഉൽപ്പത്തി പുസ്തകം പറയുന്നുണ്ട്, യഹോവ ജോസഫിനോട് കൂടെ ഇരുന്നു. പിന്നീട് ജോസഫിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്നത് പാപത്തിൽ നിന്ന് എന്ത് വില കൊടുത്തും മാറി നിൽക്കണം എന്നാണ്. ഒരുപക്ഷെ സൗന്ദര്യം, കഴിവ്, സമ്പത്ത്, പ്രശസ്തി ഒക്കെ വരുമ്പോൾ ഇന്ന് ഏറെ ആളുകളും പാപത്തിലേക്ക് ചായുവാനും വീഴുവാനുമുള്ള സാഹചര്യങ്ങൾ ഏറെയാണ് എന്നതാണ്. എന്നാൽ ജോസഫിനെ സംബന്ധിച്ച് അവിടെ ആരുമില്ലാതിരുന്നിട്ടും സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിരുന്നിട്ടും അവന്റെ വസ്ത്രം ഉപേക്ഷിച്ച്, സൗന്ദര്യത്തിന്റെ വസ്ത്രം അവിടെ ഉപേക്ഷിച്ചിട്ട് അവിടെ അവൾ കാവൽക്കാരിയായ വസ്ത്രം തന്റെ ഒപ്പം വെച്ചുകൊണ്ടിരിക്കുമ്പോഴും അവൻ കാരാഗ്രഹത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ഒരുക്കമായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ അടുത്തിടെ നമ്മൾ കണ്ടതാണ്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഭാര്യമാരും ഭർത്താക്കന്മാരെയും വച്ചുമാറുന്നതായ കാര്യങ്ങൾ. അവിടം വരെ എത്തി നിൽക്കുന്നതായ നമ്മുടെ ഈ മലയാള മണ്ണിന്റെ സംസ്കാരവും ജീവിതവും ഒക്കെ അവിടം വരെ എത്തി നിൽക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ പ്രമേയോൻ സദറായിൽ പറയുന്നുണ്ട്, കർത്താവെ, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്
ഞങ്ങളുടെ ആത്മാക്കളെ നീ സ്വതന്ത്രമാക്കി രക്ഷിക്കണമേ. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളുടെ ആത്മാക്കളെ നീ സ്വതന്ത്രമാക്കി രക്ഷിക്കണമേ എന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ചൊല്ലുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധനായ പരിമല തിരുമേനി പറയുന്നുണ്ട്, ഹൃദയം നിറഞ്ഞ ഭക്തിയോടെ ചെയ്യുന്ന പ്രാർത്ഥന ദൈവം കൈക്കൊള്ളുകയും അതൊരു അനുഗ്രഹ രൂപമായി അത് നമുക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും എന്നതാണ് കാണുന്നത്. അതുകൊണ്ട് ഈ നോമ്പിൻ്റെതായ സാഹചര്യങ്ങളിൽ രാത്രി നമസ്കാരത്തിന്റെ പ്രാർത്ഥനയിൽ പറയുന്നത് പോലെ യൗനാനും നിനവേക്കാരും ഓടിപ്പോകുന്നതായ സാഹചര്യമാണ് ദൈവത്തിൽ നിന്ന്. എന്നാൽ നീതി അവരെ കുറ്റക്കാരായി വിധിക്കുകയാണ്. യൗനാൻ കടലിലും നിനവേക്കാർ കരയിലും സംരക്ഷിക്കപ്പെട്ടുവെന്ന് തിങ്കളാഴ്ച രാത്രി നമസ്കാരത്തിന്റെ പ്രാർത്ഥനയിൽ നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് പാപത്തിന്റെ വഴിയിലേക്ക് നമ്മൾ ചാഞ്ഞിട്ടുണ്ടെങ്കിൽ, പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാനുള്ള വിളി കൂടെയാണ് ഈ നോമ്പ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. പിന്നീട് അഞ്ചാമതായി യൗസേപ്പിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ക്ഷമയിലൂടെ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരുകയാണ്. അവന്റെ ക്ഷമയിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്റെ ജീവിതത്തിൽ തന്റെ സഹോദരങ്ങൾ തന്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവൻ അവരെ എന്ത് വേണമെങ്കിലും ചെയ്യാമാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അവൻ അവരെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അല്പനേരം അവരെ ഒന്ന് താൻ അനുഭവിച്ച വേദനയുടെ തീവ്രത മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവരോട് പ്രത്യേകമായ രീതിയിൽ ഇടപെടുന്നതാണ് നമ്മൾ കാണുന്നത്. പല വീടുകളിലും സ്വന്തം സഹോദരങ്ങളാണ് കൂടെയുള്ളവരെ ചതിച്ചിട്ടുള്ളത്. കുടുംബക്കാർ തന്നെയാണ് പലപ്പോഴും പലർക്കെതിരെയും കേസ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സഭാവഴക്കിലുമൊക്കെ നമ്മൾ കാണുന്നു, പലപ്പോഴും വീട്ടുകാർ തമ്മിലുള്ള പല കാര്യങ്ങളും പിന്നീട് നാടിന്റെ വിഷയമായി തീരുകയാണ്. അത് വലിയ പ്രതിസന്ധികൾ തീർത്തുകൊണ്ട് അനന്തര തലമുറയെ കൂടെ പൊട്ടക്കുഴിയിലിടുന്നതായ സാഹചര്യങ്ങളിൽ വന്നു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യൗസേപ്പിനെ പോലെ നമ്മളെ ചതിക്കുമ്പോഴും നമ്മളെ പ്രയാസപ്പെടുത്തുമ്പോഴും ഉള്ളുകൊണ്ട് അവർക്ക് മാപ്പ് കൊടുക്കുവാൻ തക്കവണ്ണം അവിടെ തയ്യാറാകുമ്പോൾ ഇതാ യൗസേപ്പിന്റെ ജീവിതത്തിൽ അനുഗ്രഹമുള്ളതായ അവസ്ഥകൾ അവിടെ ആയിത്തീരുന്നത് നമ്മൾ കാണുകയാണ്. പലപ്പോഴും എല്ലാ മനുഷ്യരും ചതിക്കപ്പെടാറുണ്ട്. ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നാറുണ്ട്, കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഞാനിപ്പോഴും ഓർക്കുന്നു, സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് നവജീവൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അവിടെ സെമിനാരിൽ ഫീൽഡ് വർക്കിനായി വിടുന്ന സമയത്ത് അവിടെ 400ഓളം മാനസിക രോഗികൾക്കിടയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ദിവസം സെല്ലിൽ കിടക്കുന്നതായ ഒരു മാനസിക രോഗി ചാടി വന്ന് എന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുകയാണ്. അവിടെ എന്ത് തിരികെ ചെയ്യാനാണ്? ഇങ്ങനെ ഇവിടെയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചിലപ്പോൾ മാതാപിതാക്കൾക്കായിരിക്കാം ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ, മക്കൾക്കായിരിക്കാം. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും അറിഞ്ഞും അറിയാതെയും ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയേണ്ടി വരുന്നവരാണ് മനുഷ്യർ. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഈ പടവുകളിലൂടെ ഒക്കെ നമ്മൾ കടന്നുപോയി എന്നിരിക്കാം. അതുകൊണ്ട് യൗസേപ്പിന്റെ അവന്റെ ജീവിതത്തിൽ അവൻ വിൽക്കപ്പെട്ടപ്പോഴും, സ്വന്തം സഹോദരങ്ങളുടെ കയ്യാൽ അവൻ വിൽക്കപ്പെട്ടപ്പോഴും അവൻ കാത്തുസൂക്ഷിച്ചതായ വിശുദ്ധിയുടെ വസ്ത്രം നമുക്കും പുതിയ തലമുറയിലെ ഓരോ മക്കൾക്കും അത് കാത്തുസൂക്ഷിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. റഷ്യൻ സഭയിലെ രക്തസാക്ഷിയായ വിശുദ്ധ യോഹന്നാൻ 3 പ്രാവശ്യം വിൽക്കപ്പെട്ടയാളാണ്. സാക്ഷിമരണം പ്രാപിച്ച് മൗത്തുകിരീടം അണിയുമ്പോൾ 15 വയസ്സാണ് വിശുദ്ധനായ യോഹന്നാൻ ഉള്ളത്. ഓർത്തഡോക്സ് സഭയിലെ പുരോഹിതന്റെ മകൻ. തുർക്കിയിലെ ക്രിസ്ത്യാനികൾ പീഡനങ്ങളിലൂടെ പോകുമ്പോൾ പിതാവ് കൊല ചെയ്യപ്പെടുകയാണ്. അമ്മയും ഈ ചെറുപ്പക്കാരനും കൂടെ വിൽക്കപ്പെടുകയാണ്. 3 പ്രാവശ്യം വിൽക്കപ്പെട്ടു. അവസാനം ഒരു അന്യമതസ്ഥനായ ആളിന്റെ അരിക്കൽ ചെല്ലുകയാണ്.
അദ്ദേഹത്തിന് മക്കളില്ല. അദ്ദേഹത്തിന്റെ മതത്തിലേക്ക് ചേരുവാൻ തക്കവണ്ണം ഈ യോഹന്നാനെ നിർബന്ധിക്കുകയാണ്. ദത്തുപുത്രനാവാൻ തക്കവണ്ണം അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു പുരോഹിതന്റെ മകനാണ്, ഞാനൊരു ക്രിസ്ത്യാനിയായി തന്നെ മരിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവമാതാവിന്റെ വാങ്ങിപ്പിന്റെ 15 നോമ്പിന്റെ ആ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ മാംസം തിന്നുവാൻ തക്കവണ്ണം അദ്ദേഹം വിസമ്മതിക്കുകയാണ്. അദ്ദേഹത്തെ കെട്ടിത്തൂക്കി അടിയിൽ തീയിട്ടു. ഏറെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ അദ്ദേഹത്തെ അങ്ങനെയൊക്കെ ഉപദ്രവിക്കുകയാണ്. അവസാനം അമ്മ പറയുന്നുണ്ട്, എൻ്റെ മകനെ, നീ മരിക്കാതിരിക്കേണ്ടുന്നതിന് നിനക്ക് തരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നീ കഴിക്കുക. എല്ലാവരും, സഹോദരന്മാരും ദൈവവും നിന്നോട് ക്ഷമിക്കും എന്നൊക്കെ പറയുമ്പോൾ വിശുദ്ധനായി തീരുന്ന ആ ചെറുപ്പക്കാരൻ പറയുന്ന വാക്കുകൾ ഒരുപക്ഷെ പറയുവാൻ പോലും എനിക്ക് അർഹതയുണ്ടോ എന്നറിയുകയില്ല. അദ്ദേഹം അമ്മയോട് പറയുന്നുണ്ട്, ഒന്നാമതായി, അമ്മേ, നമ്മുടെ പിതാവായ അബ്രഹാമിനെ അനുകരിപ്പാൻ അമ്മ മടിക്കുന്നത് എന്ത്? മോനെ, നിന്റെ ജീവൻ പോകുവാൻ ഇടയാകാതെ നീ അല്പം ഭക്ഷണം കഴിക്കുക, ഇറച്ചി കഴിക്കുക എന്ന് പറയുമ്പോൾ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ, നമ്മുടെ പിതാവായ അബ്രഹാമിനെ അനുകരിക്കാൻ അമ്മ മടിക്കുന്നത് എന്ത്? രണ്ടാമത് പറയുകയാണ്, ഞാനൊരു പുരോഹിതന്റെ മകനാണ്. മൂന്നാമത് പറയുകയാണ്, സഭയുടെ നിയമങ്ങളും കൽപ്പനകളും പാലിക്കേണ്ടവനാണ്. ഒരു അൽമായന്റെ മകനേക്കാൾ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന്റെ മകനേക്കാൾ ഒരു പുരോഹിതന്റെ മകൻ ഇതൊക്കെ പാലിക്കേണ്ടുന്നവനാണ്. ഏറ്റവും അവസാനം ആ പിതാവ് പറയുന്നുണ്ട്, ആ സഹദാ പറയുന്നുണ്ട്, അമ്മേ, യൗസേപ്പ് തന്റെ സഹോദരന്മാരോട് നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ട് കനാൻ നാട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ അസ്ഥികളും കൂടെ എടുത്തുകൊണ്ട് പോകണം എന്ന് പറഞ്ഞതുപോലെ എൻ്റെ അസ്ഥികൾ അമ്മ എടുത്തുകൊണ്ട് പോകണം. അമ്മ ആ അസ്ഥികളും എടുത്തുകൊണ്ട് പോകുന്നതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ഇത്രയും പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് വാൾ കുത്തിക്കയറ്റുകയാണ്. അടക്കിയ സ്ഥലം അമ്മ നോക്കി വെച്ചിട്ട് അസ്ഥികളും എടുത്തുകൊണ്ട് മോശ യൗസേപ്പിന്റെ അസ്ഥികളും കൊണ്ടുപോയതുപോലെ തന്റെ സ്വന്തം ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അടക്കം ചെയ്യുകയാണ്. അമ്മേ, ഞാനൊരു പുരോഹിതന്റെ മകനാണ്. സാധാരണക്കാരനേക്കാൾ സഭയുടെയും ദൈവത്തിന്റെയും നിയമങ്ങൾ പാലിക്കുവാൻ തക്കവണ്ണം എനിക്ക് ഉത്തരവാദിത്വമില്ലേ എന്ന് ചോദിക്കുന്ന ഒരു 15 വയസ്സുകാരൻ, ഒരു സഹദ നമ്മളോട് സമ്മതിക്കുന്നത് എന്താണ്? പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിചാരണ ചെയ്യുവാൻ, ക്രൈസ്തവരായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇതൊരു വലിയ, ഈ നോമ്പിന്റെ നടുവിൽ ഇതൊരു വലിയ, നമുക്ക് നേരെ ഉയർന്നു നിൽക്കുന്ന വലിയ ചോദ്യങ്ങളായി ഈ സഹദായുടെ വാക്കുകൾ തീരേണ്ടുന്നത് ആവശ്യമല്ലേ? ജോസഫുമാർ പക്കോമിയോസ് തിരുമേനിയെ കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ കാണുന്നുണ്ട്, കണ്ടനാട് മെത്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പോലീത്ത. ആ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്, ദൈവവിളി സ്വീകരിച്ച യൗസേപ്പിനെ പൊട്ടക്കിണറ്റിലിടുന്നു. മുളക്കുളം കർമ്മേൽ കുന്നുപള്ളിയിലെ കക്ഷിവഴക്ക് കാരണം അദ്ദേഹം ഒരു ഷമ്മാസനായി ജോസഫ് ഷമ്മാസനെ സ്വന്തം ഇടവക്കാർ സഹോദരങ്ങൾ കേസാകുന്ന പാതാള കിണറ്റിലേക്ക് വലിച്ചെറിയുന്നു. പക്ഷെ അദ്ദേഹം ഇസ്രായേൽ മക്കളുടെ പിതാക്കന്മാരുടെ പ്രധാനിയായ യൗസേപ്പിനെ പോലെ അന്യനാട്ടിൽ വളർന്ന് പ്രശസ്തനായി തീരുന്നു. ഇങ്ങനെ യൗസേപ്പ് എന്ന് പറയുന്ന പ്രതീകം ഇങ്ങനെ നീണ്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. സഭയുടെ ചരിത്രത്തിന്റെ താളുകളിൽ മാത്രമല്ല, രക്തസാക്ഷികളുടെ അസ്ഥികൾ അവിടെ എടുത്തുകൊണ്ട് അമ്മ പോകുന്നിടത്ത് മാത്രമല്ല, ഇതാ ഇന്നും നമ്മുടെ ഇടയിൽ എന്തുകൊണ്ടോ പൊട്ടക്കിണറ്റിൽ പുതിയ തലമുറയും വീണു പോകരുതേ എന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് നമ്മൾ ആഴമായി ചിന്തിക്കണം. ഇനി ആധുനിക കാലത്തെ അടിമകൾ എന്ന് നമ്മൾ ഈ കൂട്ടത്തിൽ ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രവാസിയുടെ കുറിപ്പുകൾ എന്ന ഒരു പുസ്തകത്തിൽ സ്വയം വിൽക്കുന്നവരെ കുറിച്ച് കാണുകയാണ്. നമുക്കറിയാം, ഓരോ മാതാപിതാക്കളും സ്വയം വിൽക്കുന്നവരാണ്.
ഈ അടുത്തിടെ നമ്മൾ കണ്ടതായ ഒരു വീഡിയോ ആണ്. ഒരമ്മ മാൻ അതിന്റെ കുഞ്ഞിനെ രക്ഷിക്കുവാൻ തക്കവണ്ണം മറ്റുള്ള മൃഗങ്ങൾക്ക് വേണ്ടി നിന്നുകൊടുക്കുന്ന കാഴ്ച. നിന്നുകൊടുക്കുമ്പോഴും തന്റെ കുഞ്ഞിനേക്കാണ് ആ കണ്ണ് നീളുന്നത്. ആ കുഞ്ഞിലേക്ക് കണ്ണു നീളുമ്പോൾ ആ കുഞ്ഞ് മറുകര തേടി പോകുന്നത് അമ്മയെ ക്രൂരമൃഗങ്ങൾ തിന്നുമ്പോഴും നോക്കി നിൽക്കുന്ന കാഴ്ച നമ്മളെയേറെ കണ്ണു നനയിപ്പിക്കുന്ന കാഴ്ചയാണ്. ആധുനിക കാലത്തെ അടിമകളെന്ന തലക്കെട്ടിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പ്രവാസിയുടെ ജീവിതം കുറിച്ച് കിടക്ക, ഓരോ കിടക്കയും ഓരോ തട്ടും ഓരോ കുടുംബമാണ്. അവൻ ഒറ്റയ്ക്കല്ല, അവന്റെ ജീവിതം മുഴുവനും കിടക്കുന്നു എന്നാണ്. പിന്നീട് അവിടെ കാണുന്നത്, നാട്ടിലെത്തുമ്പോൾ അവൻ കാണിക്കുന്ന നാട്യങ്ങളൊക്കെ അവന്റെ വേദനകൾ മറക്കുവാനുള്ള അല്ലെങ്കിൽ മറയ്ക്കുവാനുള്ളതായ ചില തന്ത്രങ്ങൾ മാത്രമാണ്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ഓരോ പ്രവാസിയും ഉൽപ്പത്തി പുസ്തകത്തിലെ ജോസഫാണ്. ഓരോ പ്രവാസിയും ഉൽപ്പത്തി പുസ്തകത്തിലെ ജോസഫാണ്. സ്വന്തം സഹോദരന്മാർ വിറ്റുകളഞ്ഞ ജോസഫ്. കാരണം മറ്റൊന്നുമല്ല, അവന്റെ വീടിന് വേണ്ടി അവൻ സ്വപ്നങ്ങൾ കണ്ടു. ആ കണ്ട സ്വപ്നങ്ങളാണ് അവനെ മരുഭൂമിയിൽ എത്തിച്ചത്. അവൻ കണ്ട സ്വപ്നങ്ങളാണ് അവനെ മരുഭൂമിയിൽ എത്തിച്ചത്. വീടിന് വേണ്ടി, വീട്ടാർക്ക് വേണ്ടി ഇറങ്ങിപ്പോകുന്ന, തന്റെ വീട് വിട്ടു പോകുന്ന ഓരോ പിതാക്കന്മാരുടെയും അമ്മമാരുടെയും പ്രവാസികളുടെയും ഒക്കെ ജീവിതം ഇവിടെ വരച്ചു കാട്ടുകയാണ്. പത്തേമാരി എന്ന് പറയുന്ന ഒരു സിനിമ ഒരുപക്ഷെ യുവാക്കളായ എല്ലാ മക്കളുമാരും കാണേണ്ടുന്ന സിനിമയാണ്. ആ സിനിമയിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വാചകം, തന്റെ ഭർത്താവ് നാട്ടിലേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, എൻ്റെ ഒരു ചങ്ങാതി നാട്ടിലേക്ക് വരുന്നുണ്ട്, എടീ ഞാൻ എന്ത് കൊടുത്തു വിടണമെന്ന് പറയുമ്പോൾ, മക്കളൊക്കെ ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ മക്കൾ പറയുന്നുണ്ട്, ഉറങ്ങിയെന്ന് പറ. കാരണം അപ്പനൊത്തിരി സംസാരിക്കും. അങ്ങനെ മക്കൾ ഉറങ്ങിയെന്ന് പറയുമ്പോൾ കഥാപാത്രം തന്റെ ഭാര്യയോട് പറയുന്ന ഒരു വാചകമുണ്ട്. ഭാര്യ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കൊടുത്തുവിടേണ്ടുന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഇട്ട ഒരു ഉടുപ്പ് കഴുകാതെ കൂട്ടുകാരൻ്റെ കയ്യിൽ കൊടുത്തുവിടാൻ പറ്റുമോ? നിങ്ങൾ ഇട്ട ഒരു ഉടുപ്പ് അത് കഴുവാതെ അലക്കാതെ നിങ്ങളുടെ ചങ്ങാതിയുടെ കയ്യിൽ കൊടുത്തുവിടുവാൻ തക്കവണ്ണം പറ്റുമോ? ഒരുപക്ഷെ അവിടെ ആ ഫോൺ രണ്ടുപേരും വെക്കുകയാണ്. സംവിധായകന്റെ ഹൃദയത്തിൽ വിരിഞ്ഞ വരിയിലൂടെ ഒരു പ്രവാസിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അവിടെ കാണുന്നത്. ആധുനിക കാലത്തെ അടിമകൾ എന്നുള്ള അല്ലെങ്കിൽ സ്വയം വിൽക്കുന്നവരായി മാതാപിതാക്കളെ കാണുവാൻ അല്ലെങ്കിൽ അവരെ ഊറ്റി ഊറ്റി ജീവിക്കുന്ന സാഹചര്യങ്ങളാണ് പലപ്പോഴും കാണുന്നത്. അതോടൊപ്പം വളരെയേറെ ചിന്തിക്കേണ്ടുന്ന മറ്റു ചില കാര്യങ്ങളും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. എന്താണെന്ന് ചോദിച്ചാൽ, റാണി ഹോങ് എന്ന് പറയുന്ന 7-ാം വയസ്സിൽ കേരളത്തിൽ നിന്നും വിൽക്കപ്പെട്ട ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, ഐ ഹാവ് എ ഡ്രീം. ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന ഒരു പ്രസംഗം വളരെ പ്രശസ്തമാണ്. അടിമത്വത്തിനെതിരെയുള്ള ആ പ്രസംഗം കോളേജുകളിലൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഇവിടെ റാണി ഹോങ് എന്ന് പറയുന്ന 7-ാം വയസ്സിൽ കേരളത്തിൽ നിന്നും വിൽക്കപ്പെട്ട ഒരു പെൺകുട്ടി പറയുന്നു, എനിക്കൊരു സ്വപ്നമുണ്ട്. ആഴ്ചയിൽ 60 മണിക്കൂർ ഞാൻ ആ വേദനയെക്കുറിച്ച് പറയാറുണ്ട്. വേദന, ദുസ്വപ്നം, കുഞ്ഞുങ്ങളെ മനുഷ്യക്കിടത്തിന് ഇരയാക്കുന്നത്, ബാലവേലയ്ക്ക് ഇരയാക്കുന്നത് അവസാനിക്കുന്ന കാലമാണ് എൻ്റെ സ്വപ്നം. ആ സ്വപ്നത്തിലേക്ക് എത്തുവാൻ ഇനിയും എത്ര വേദനിക്കുവാനും ഞാൻ തയ്യാറാണ്. ഈ ലോകത്തിൽ മനുഷ്യക്കിടത്തിന് ഇരയാകാത്ത ഒരു കുഞ്ഞു പോലുമില്ലാത്ത ഒരു പുലരിയാണ് എൻ്റെ സ്വപ്നം. മനുഷ്യക്കടത്തിന് ഇരയാകാത്ത ഒരു കുട്ടി പോലും ഇല്ലാത്ത ഒരു ലോകമുണ്ടാകണമെന്ന്, അല്ലെങ്കിൽ അടിമയായി വിൽക്കപ്പെട്ട കേരളത്തിൽ നിന്ന് അടിമയാക്കി കൊണ്ടുപോയ റാണി ഹോങ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാനഡയിലെ ഒരു സ്ത്രീ വളർത്തുകയും അതേ സാഹചര്യത്തിൽ വിൽക്കപ്പെട്ട ഒരു മനുഷ്യൻ വിവാഹം കഴിക്കുകയും ലോകത്തിന്റെ മുൻപിലേക്ക് ഐക്യരാഷ്ട്ര സംഘടനയിൽ സഭയിൽ 2014 ജൂലൈ 30 മനുഷ്യക്കടത്തിനെതിരായുള്ള രാജ്യാന്തര ദിനമൊക്കെ ആക്കി മാറ്റുവാൻ അവരുടെ ശ്രമങ്ങൾ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും വിൽക്കപ്പെടുന്നവരുടെ ഉള്ളിലേക്ക് കൂടെ നമ്മുടെ കണ്ണുകൾ തുറക്കേണ്ടുന്നതാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും നമ്മൾ ആഴമായി ചിന്തിക്കേണ്ടുന്ന മറ്റൊരു വസ്തുതയാണ്,
വീടിന്റെ വിശപ്പടക്കുവാൻ തക്കവണ്ണം പോകുന്നവർ വിൽക്കപ്പെടുന്നുണ്ട്. ഈ അടുത്തിടെ കൊട്ടാരക്കരയിലെ ഒരു സ്ത്രീ, അവർ എത്തപ്പെടുന്നത് 30,000 രൂപ ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവർ എത്തപ്പെടുന്നത് വ്യഭിചാരശാലയിലാണ്. വിദേശത്തുള്ള മനുഷ്യാവകാശ സംഘടനകൾ അല്ലെങ്കിൽ മലയാളികൾ അത് മനസ്സിലാക്കുകയും അവരെ നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ ആഴമായി, ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്ന പെൺമക്കൾ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന യുവാക്കൾ ആഴമായി പഠനം നടത്തേണ്ടുന്ന ഒരു മേഖലയാണ്. ഈ നോമ്പുകാലത്ത് ഇതൊക്കെയാണോ പറയേണ്ടുന്നതെന്ന് ഒരുപക്ഷെ പലരും മുൻവിധിയോടെ ചിന്തിച്ചേക്കാം. പക്ഷേ ഉള്ളിൽ നീറുന്ന സങ്കടങ്ങളുടെ നടുവിലാണ് ഒരുപക്ഷെ ഇത് പങ്കുവയ്ക്കുന്നത്. എഴുത്തുമാസിക എന്ന ഈ കാലഘട്ടത്തിൽ വളരെയേറെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും ഇറങ്ങുന്ന വളരെ കുറച്ചു കാലമായ ഒരു മാസികയാണ് എഴുത്തുമാസിക. അതിൽ ഡോക്ടർ രവീന്ദ്രനാഥ് ഷാൻബാഗ് പറയുന്നുണ്ട്, മനുഷ്യക്കടത്തിന്റെ പ്രവർത്തന വഴികൾ മധ്യപൂർവ്വ പ്രദേശങ്ങളിൽ വീട്ടുജോലിക്കായി വിശ്വസിപ്പിച്ച് നിർധനരായ കുടുംബത്തിലെ കുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ കൊണ്ടുപോവുകയാണ്. പലപ്പോഴും അവരെ കൊണ്ടുപോയി രാവന്തിയോളം അവർ ജോലിയെടുക്കണം. വന്നുവിട്ടാൽ ഫോൺ വിളിക്കുവാൻ സാധിക്കുകയില്ല. രാത്രിയിൽ വരുന്ന കഴുകന്മാരുടെ ഉപദ്രവം, ഭക്ഷണമില്ലാതെ വീട്ടുകാരോട് സമ്മതിക്കുവാനാകാതെ അവസാനം പ്രതികരിക്കുകയാണെങ്കിൽ അവയവങ്ങൾ ചൂഴ്ന്നെടുത്ത് കടലിൽ കളയുന്നതായ സാഹചര്യങ്ങൾ. ഇതൊക്കെ എന്തുകൊണ്ട് വാർത്തയാകുന്നില്ല എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ അടുത്തിടെ നമ്മുടെ നാട്ടിൽ മിഠായി കൊടുക്കാമെന്ന് പറഞ്ഞ് 2 കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുവാൻ ശ്രമിച്ച വാർത്ത നമ്മൾ കണ്ടു. അതിനുശേഷമുള്ള വാർത്തകൾ എന്റെ വായനയിൽ ഞാൻ കണ്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നു, കേരളത്തിലും സ്ത്രീകളെ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം അതിന്റെ ഏജന്റുമാർ പ്രവർത്തിക്കുന്നുവെന്ന്. ഒരു സ്ത്രീയെയോ ഒരു കുട്ടിയോ കടത്തിക്കൊടുത്താൽ 25,000 രൂപ കൂലിയായി കിട്ടും. സത്യത്തിൽ അത് കേട്ടപ്പോൾ ഹൃദയത്തിൽ വേദനയുണ്ടായി എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ പഠനത്തിൽ പറയുന്നുണ്ട്, ഓരോരോ സംസ്ഥാനങ്ങളെ കുറിച്ച്, മണിപ്പൂർ, കർണാടക, ഗോവ, ഇങ്ങനെ ഇതാ നമ്മുടെ ഈ കേരളത്തിലും കണ്ണൊന്നു തെറ്റിയാൽ, വഴിയൊന്നു തെറ്റിയാൽ 25,000 രൂപയ്ക്ക് വിൽക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മളെ നോക്കി നിൽക്കുന്ന മനുഷ്യർ നമുക്കിടയിലുണ്ട് എന്നുള്ളത്. യൗസേപ്പിനെ പോലെ വിൽക്കപ്പെടേണ്ടുന്നവരാണോ നമ്മളെന്ന് ആഴമായി ചിന്തിക്കേണ്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഭാരതത്തിന് 2014 ഒരു നോബൽ പ്രൈസ് ലഭിച്ചപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ തിരയുകയായിരുന്നു, ആരാണ് കൈലാഷ് സത്യാർത്ഥി? കൈലാഷ് സത്യാർത്ഥി ആരാണ്? ബച്പൻ ബചാവോ ആന്തോളനിലൂടെ 1,00,000-ലധികം കുട്ടികളെ ബാലവേലയിൽ നിന്ന് സംരക്ഷിച്ച ഒരു മനുഷ്യൻ. യൂസുഫ് സായ് മലാലയുടെ ഒപ്പം നോബൽ പ്രൈസ് പങ്കിടുമ്പോൾ ആ മനുഷ്യനെ അറിയുവാൻ തക്കവണ്ണം ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 2018-ലും ഇപ്പോഴും ഈ കോവിഡിന്റെ സമയത്തും അദ്ദേഹം എഴുതി. ഇപ്പോഴും 7,000-ലധികം കുട്ടികളെ അദ്ദേഹം ബാലവേലയിൽ നിന്ന് സംരക്ഷിച്ചു എന്ന്. അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, ഭാരതത്തിൽ ഓരോ മിനിറ്റിലും 6 അല്ലെങ്കിൽ 8 കുട്ടികൾ കാണാതാകുന്നുണ്ട്. ഭാരതത്തിൽ ഓരോ മിനിറ്റിലും 6 അല്ലെങ്കിൽ 8 കുട്ടികൾ കാണാതാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഓരോരുത്തരും വിൽക്കപ്പെടുന്ന യൗസേപ്പിനെ പോലെ ആ പ്രസംഗം കേട്ട് വിശുദ്ധരായി ജീവിക്കുമ്പോഴും നമുക്കിടയിൽ സ്വയം വിൽക്കപ്പെടുന്ന, സ്വന്തം വീടിനു വേണ്ടി, നാടിനു വേണ്ടി വിൽക്കപ്പെടുന്ന ഓരോ മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും തിരിച്ചറിയുന്നതിന്റെ ഒപ്പം വെറും 25,000 രൂപയ്ക്ക് കണ്ണൊന്ന് തെറ്റിയാൽ, വഴിയൊന്ന് തെറ്റിയാൽ, വാഹനമൊന്ന് മാറിപ്പോയാൽ വിൽക്കപ്പെടുവാൻ തക്കവണ്ണമുള്ള ആ കണ്ണുകളിലേക്ക് ആഴമുള്ള പഠനങ്ങൾ നമ്മുടെ കുട്ടികൾ നടത്തേണ്ടുന്നത് ആവശ്യമല്ലേ എന്ന ചിന്തയാണ് ഇതാ ഒന്നാമതായി നിങ്ങളോട് പങ്കുവെക്കുന്നത്. യൗസേപ്പിന്റെ ജീവിതം നമ്മളെ ഏറെ ഇടങ്ങളിലേക്ക്, ഓരോ യൗസേപ്പുമാരിലേക്കും കൊണ്ടുപോയ
സാഹചര്യമാണ് നമ്മൾ കണ്ടത്. വീടിന്റെയും നാടിന്റെയും ഇന്നുകളുടെയും സഭയുടെയും ഒക്കെ ഇടങ്ങളിൽ യൗസേപ്പിനെ പോലെ വിൽക്കപ്പെടുന്ന നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തെ കണ്ടെടുക്കുവാൻ തക്കവണ്ണം നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയും നമ്മുടെ ജീവിതത്തിന് നമ്മൾ ജീവിച്ചത് കൊണ്ട് ഇനിയും 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 അനേകർക്ക് വേണ്ടി ജീവിക്കുവാൻ തക്കവണ്ണമുള്ള കാവലായി യൗസേപ്പിനെ പോലെ നമ്മൾ ജീവിക്കേണ്ടുന്നത് ആവശ്യം തന്നെയല്ലേ? രണ്ടാമതായി വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 14-ാം വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? വിശുദ്ധ മത്തായി 26-ാം അധ്യായം 14-ാം വാക്യം. അതെ, അവിടെ ഒരു ചോദ്യം യൂദ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എനിക്ക് എന്ത് തരും? നിങ്ങൾ എനിക്ക് എന്ത് തരും എന്ന ഒരു ചോദ്യം നമ്മളവിടെ കാണുകയാണ്. ചോദിക്കുന്നത് ആരാണ്? അനേക ദിവസങ്ങൾ, അനേകം രാത്രികളിൽ, അനേകം വഴികളിൽ, അനേകം അത്ഭുതങ്ങളിൽ, അനേകം നന്മയുടെ വഴികളിൽ കൂടെ നിന്ന ഒരുവൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവന് വിലയിടുന്നതായ ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. അവനോട് പറയുന്നത് 30 വെള്ളിക്കാശ് അവന് തൂക്കിക്കൊടുത്തു എന്നാണ് കാണുന്നത്. ഒരു വലിയ സാമ്യം നമ്മൾ കാണുന്നുണ്ട്. യൗസേപ്പിനെ വിൽക്കുന്നത് 20 വെള്ളി നാണയങ്ങൾക്കാണ്. അന്നത്തെ ഒരു അടിമയുടെ വിലയാണ്. ഈ കാലഘട്ടത്തിലും അതിന്റെ വില തുല്യമാണ് എന്നാണ് അതേക്കുറിച്ച് വായിക്കുവാനിടയായത്. 30 ആണെങ്കിലും അതിന്റെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു അടിമയുടെ അല്ലെങ്കിൽ ഒരു കാളയുടെ വിലയാണ് ആദ്യം കാണുന്ന 20 വെള്ളിക്കാശും ഇപ്പോൾ നമ്മൾ രണ്ടാമത് കാണുന്നതായ 30 വെള്ളിക്കാശും എന്നുള്ള ഒരു അടിമയുടെ വിലയാണ്. അവിടെ വിൽക്കുന്നത് മറ്റാരെയുമല്ല, സ്വയം വിൽക്കുവാൻ നിന്നുകൊടുക്കുന്ന നമ്മുടെ തമ്പുരാനെയാണ്. വിൽക്കുവാനായി നിന്നുകൊടുക്കുമ്പോഴും വിശുദ്ധ കുർബാനയായി മാറുന്ന തമ്പുരാനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടുന്നത്. വിൽക്കുവാനായി നിന്നുകൊടുക്കുമ്പോഴും ചുംബനത്തിന് വേണ്ടി അവന്റെ കവിളിനോട് യൂദ അടുക്കുമ്പോഴും സ്നേഹിത എന്ന് വിളിക്കുന്ന ഏറ്റവും പ്രാണപ്രിയനായ തമ്പുരാനോട് ഒരു നല്ല ചുംബനം അവന് കൊടുക്കുവാൻ സാധിച്ചുവോ എന്നുള്ളത് സംശയമാണ്. കൂട്ടുകാര, സ്നേഹിത എന്ന് കർത്താവ് വിളിച്ചപ്പോൾ വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയെങ്കിലും കർത്താവിനെ ചുംബിക്കുവാൻ അവന് കഴിഞ്ഞുവോ എന്നുള്ളത് കാലം ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. ഇവിടെ ആ ഗെത്സമനായുടെ തോട്ടത്തിൽ കൂടെയുള്ളവരൊക്കെ ഉറങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആരും അവന്റെ ഒപ്പം ഉണർന്നിരിക്കുന്നതായി കാണുന്നില്ല. പത്രോസും പറയുന്നുണ്ട്, ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞിട്ടും അവൻ അവിടെ നിന്ന് പ്രാകുന്നതായ സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നു. അപ്പോഴും സ്വയം വിൽക്കുവാൻ നിന്നുകൊടുക്കുമ്പോഴും വിശുദ്ധ കുർബാനയായി ലോകത്തിനു വേണ്ടി സമർപ്പിക്കപ്പെടുന്ന കർത്താവിനെയാണ് നമ്മൾ കാണേണ്ടുന്നത്. ഇത് ഒരുപക്ഷെ ഏത് കാലഘട്ടത്തിലും ഇത് സംഭവിക്കുന്ന വലിയ സത്യമാണ്. സോക്രട്ടീസും വിൽക്കപ്പെട്ടില്ലേ? ബുദ്ധനെ നമ്മുടെ ഭാരതത്തിൽ നിന്ന് ഓടിച്ചു കളഞ്ഞില്ലേ? മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നില്ലേ? എബ്രഹാം ലിങ്കനെയും വെടിവെച്ചു കൊന്നില്ലേ? ഇങ്ങനെ 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 നന്മയുള്ളവരായി ജീവിച്ച എല്ലാവരെയും കൊന്നുതള്ളുന്ന എവങ്കേലിയോനിൽ നമ്മൾ വായിക്കുന്നത് പോലെ നിങ്ങൾക്ക് മുമ്പേ വന്ന പ്രവാചകന്മാരോടൊക്കെ ഇങ്ങനെയല്ലേ ചെയ്തതെന്ന് ചോദിക്കുന്ന വാക്കുകൾ പോലെ ഇവിടെ ഇതാ സ്വയം വിൽക്കുവാൻ തക്കവണ്ണം ഒരു കുഞ്ഞാടിനെ പോലെ നിന്നുകൊടുത്തുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി വിശുദ്ധ കുർബാനയായി കർത്താവ് വളരുന്നതായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.
നിങ്ങൾ എന്തെനിക്ക് തരും എന്നുള്ള ഈ ചോദ്യം ഒരുപക്ഷെ ക്രൈസ്തവരായ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പലപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ട്. യേശുതമ്പുരാനെ കുരിശിച്ച മരം ആസ്പൻ വില്ലോ ആയിരിക്കാം എന്നാണ് അതേക്കുറിച്ച് പറയുന്നത്. ലെബനോനിലെ ദേവദാരു എന്ന പുസ്തകത്തിൽ അതേക്കുറിച്ച് ഡി മാത്യു സാർ അതേക്കുറിച്ച് കുറിക്കുന്നത് ഇങ്ങനെ, ആസ്പൻ വില്ലോ എന്ന മരം ആയിരിക്കാം. അതേക്കുറിച്ചൊരു പാരമ്പര്യം അദ്ദേഹം അതിൽ പറയുന്നത്, ഈ കുരിശുമരം ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ അതിന്റെ ഇലകൾ ഇങ്ങനെ ചലവില അല്ലെങ്കിൽ ഇങ്ങനെ വല്ലാതെ അതിങ്ങനെ അലമ്പും, ഇങ്ങനെ ചിലമ്പുന്നതായി കാണാം. ആ പാരമ്പര്യം പറയുന്നത്, എന്റെ നാഥനെ കുരിശിക്കുവാൻ എന്റെ ഈ തടി ഇടയായല്ലോ എന്ന് സങ്കടം കൊണ്ട് ആ ഇല ഇങ്ങനെ ചലമ്പുകയാണെന്നാണ് പറയുന്നത്. ഓരോ കാറ്റിലും ഓരോ കാറ്റടിക്കുമ്പോഴും ആ ഇലകൾ ഇങ്ങനെ അനങ്ങുന്നത് അല്ലെങ്കിൽ വിങ്ങിക്കരയുന്നത് പോലെയാണ് എന്നതാണ്. നമ്മളും ഈ നോമ്പിന്റെ സമയത്ത് നമുക്ക് വേണ്ടി വിൽക്കപ്പെട്ട നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ, അല്പമൊന്ന് ഉറങ്ങാതെ ഇരിക്കുവാൻ, കർത്താവിന്റെ ഒപ്പം പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുവാൻ, അതോ ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മളും കർത്താവിന്റെ വില വാങ്ങുന്നവരായി കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ടോ? യൂദ പോയി ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ജൂഡാസ് ട്രീ എന്ന് പറയുന്ന ഒരു ട്രീ പാലസ്തീനിലുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നു, ജൂഡാസ് ട്രീ എന്ന് പറയുന്ന മരം പാലസ്തീൻ ഭാഗങ്ങളിലുണ്ട്. അതിന്റെ പൂക്കൾക്ക് ചുവന്ന നിറമായിരുന്നു. എന്നാൽ ലജ്ജ കൊണ്ട് ആ മരത്തിന്റെ പൂക്കൾ വാടിപ്പോയി, പൂക്കളുടെ നിറം റോസ് നിറമായി പോയി എന്നാണ് പാരമ്പര്യം പറയുന്നത്. ഈ പാരമ്പര്യങ്ങളിലൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്നതായ പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല, കർത്താവിന്റെ ആ ഇടത്തേക്ക് യാത്ര ചെയ്യുന്ന പല എഴുത്തുകാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഇതാ ആ ഗത്സമന തോട്ടത്തിൽ കാവൽ നിൽക്കുന്നതായ 8 ഒലിവ് മരങ്ങളെ പോലെ ആ കർത്താവിന്റെ ഒപ്പം ഒന്ന് ഉണർന്നിരിക്കുവാൻ കാലങ്ങളായി നമുക്ക് കഴിയേണ്ടുന്നത് ആവശ്യമല്ലേ എന്ന് ചോദ്യമാണ് നമ്മുടെ ഉള്ളിൽ ഉണരേണ്ടുന്നത്. ഇന്ന് കർത്താവിനെയും വിൽക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. സ്രൂഗിലെ മാർ യാക്കോവ് എന്ന് പറയുന്ന പിതാവ്, മാർ അപ്രേം എന്ന് പറയുന്ന പിതാവിന് ശേഷമുള്ള പ്രശസ്തനായിരിക്കുന്ന ആ പിതാവ് പറയുകയാണ്, ഗദ്യരൂപത്തിലുള്ള ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാണ്, ഒരു ഉഗ്രപ്രകാശം, ഒരു ഉന്നത മഹത്വം കാവൽക്കാർ കണ്ടു. മാലാഖമാരുടെ സമ്മിശ്ര ശബ്ദങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി. ഈ അത്ഭുതം കാവൽക്കാർ പ്രധാന ആചാര്യന്മാരോട് പറഞ്ഞു. മാലാഖമാരെ പറ്റിയും ക്രിസ്തുവിന്റെ ശരീരം അവിടെ ഇല്ല എന്നും അവിടെ ഇവർ ചെന്ന് പറഞ്ഞു. പിന്നീട് അവിടെ പറയുന്നത്, ഞങ്ങൾ തരുന്ന സ്വർണം സ്വീകരിച്ച് ഈ വാർത്ത രഹസ്യമായി സൂക്ഷിക്കുക, നിങ്ങൾ ഇതിൽ നിന്ന് ലാഭമുണ്ടാക്കിക്കൊള്ളുക. കാവൽക്കാർ കൈക്കൂലി വാങ്ങി സ്വർണത്തിനു വേണ്ടി സത്യം അവരുടെ വായിൽ നിന്ന് നീക്കിക്കളയുകയും സത്യം മായ്ക്കപ്പെടുകയും ചെയ്തുവെന്ന് ഈ പിതാവ് എഴുതിയിരിക്കുകയാണ്. അവിടെ എഴുതി നിർത്തുകയല്ല. സ്രൂഗിലെ മാർ യാക്കോബ് എന്ന് പറയുന്ന പിതാവ് പിന്നീട് അദ്ദേഹം എഴുതുന്ന വരികൾ ഒരുപക്ഷെ എത്ര മനോഹരമാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. അദ്ദേഹം അവിടെ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ ഉറങ്ങുകയായിരുന്നോ അതോ ഉണർന്നിരിക്കുകയായിരുന്നോ? ആ പിതാവ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു അവന്റെ ശിഷ്യന്മാർ വന്ന് കർത്താവിന്റെ ശരീരം കൊണ്ടുപോയി എന്ന്. ആ പിതാവ് ചോദിക്കുകയാണ്, നിങ്ങൾ ഉറങ്ങുകയായിരുന്നുവെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കർത്താവിന്റെ ശിഷ്യന്മാരാണ് എന്ന് കണ്ടത്? ഇനി അഥവാ നിങ്ങൾ ഉണർന്നിരിക്കുകയായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ കാവൽ ചെയ്യാതെ അവരെ അത് കൊണ്ടുപോകുവാൻ തക്കവണ്ണം അനുവദിച്ചു? കർത്താവിന്റെ ശിഷ്യന്മാർ കർത്താവിനെ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അവർ സ്വർണം വാങ്ങിയ സത്യത്തെ മറച്ചു വെക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ വേദപുസ്തകത്തിൽ പറയും, ഇന്നും യഹൂദന്മാർ അങ്ങനെ വിശ്വസിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പിതാവ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഉറങ്ങുകയായിരുന്നോ അല്ലെങ്കിൽ ഉണർന്നിരിക്കുകയായിരുന്നോ? അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ വാചകങ്ങൾ മൂലം തന്നെ നിങ്ങൾ പറഞ്ഞത് കള്ളമാണ് എന്ന് മനസ്സിലായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പിതാവ് പിന്നീട് പറയുന്നുണ്ട്, ക്രൂശകർ സത്യത്തെ മറയ്ക്കുവാൻ അക്ഷീണം പ്രയത്നിച്ചെങ്കിലും സാധിച്ചില്ല. ഒരു നുണ സ്ഥാപിക്കുവാൻ വേണ്ടി അവർ കൈക്കൂലി വാങ്ങിയെങ്കിലും അത് നിലനിന്നില്ല. അവരുടെ സ്വർണം നഷ്ടപ്പെട്ടതല്ലാതെ സത്യം മറയ്ക്കപ്പെട്ടില്ല. ഇനിയുള്ള വരികളാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. പകലിനെ മോഷ്ടിച്ചൊളിച്ചു വെക്കുവാൻ, മൂടി വെക്കുവാൻ കള്ളന്മാർ ശ്രമിച്ചു.
വിഡ്ഢികളായ മോഷ്ടാക്കൾ സൂര്യനെ അവരുടെ മടിയിൽ വെച്ചിട്ട് ഓടി ഒളിച്ചാൽ സൃഷ്ടിയെ അതിന്റെ പ്രകാശത്തിൽ നിന്ന് വിരോധിക്കാമെന്ന് കരുതി. ഭൂമിയുടെ അറ്റത്തോളം പകലുദിച്ചു. പുത്രന്റെ പുനരുത്ഥാനം പ്രകാശിക്കുകയും ഉയരവും ആഴവും ഉല്ലസിക്കുകയും ചെയ്തു. ശത്രുക്കൾ പരാജിതരായി എന്നേക്കും ദൈവത്തിന് സ്തുതി എന്ന് ആ പിതാവ് കുറിച്ചിരിക്കുകയാണ്. എത്ര മനോഹരമായ വരികളാണ്. അവരുടെ മടിയിൽ സത്യത്തെ ഒളിപ്പിച്ചു വെച്ചിട്ട് അവർ പോയി ഒളിച്ചിരുന്നാൽ സത്യമെന്നും ഇങ്ങനെ മറഞ്ഞിരിക്കുമെന്ന് അവർ വിചാരിച്ചു. പക്ഷേ പ്രകാശത്തെ ഒളിപ്പിച്ചു വെക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല. ഭൂമിയുടെ അറ്റത്തോളം പകലുദിച്ചു എന്നുള്ള ആ പുത്രന്റെ പുനരുത്ഥാനത്തിന്റെ പ്രകാശം ഉയരവും ആഴവും അതിൽ ഉല്ലസിച്ചു എന്നുള്ള ഒരു വലിയ തിരിച്ചറിവാണ് നമ്മൾ കാണേണ്ടുന്നത്. ഇവിടെ കർത്താവിനെ വിൽക്കുമ്പോഴും കർത്താവിന്റെ ഉയർപ്പിനെ കൂടെ വിൽക്കുവാൻ തക്കവണ്ണമുള്ള ശ്രമമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ആ ശ്രമത്തെ ഈ പിതാവ് തന്റെ വാക്കുകളിലൂടെ തടയിടുകയാണ്. ഇനി നമ്മൾ പ്രത്യേകിച്ച് മലങ്കര സഭാ മക്കൾ എന്ന നിലയിൽ നമ്മൾ ഏറെ ചിന്തിക്കേണ്ടുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ വന്നിട്ടില്ല എന്ന് പറയുന്നവർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള പുസ്തകങ്ങളും എഴുതപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ക്രൈസ്തവരുടെ തന്നെ പലരും അതിനെ ചൂട്ടുപിടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ വന്നിട്ടില്ല. എന്നാൽ PSC എക്സാമിന് ചോദിക്കുന്നുണ്ട്, എന്നാണ് മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ വന്നത് എന്ന്. നമ്മൾ ഓരോരുത്തരും അതേക്കുറിച്ച് മാർത്തോമാ ശ്ലീഹയുടെ പാരമ്പര്യങ്ങളെ കുറിച്ച് ഏറെ അന്വേഷിച്ചു പോകേണ്ടുന്നവരാണ്. ഉദയംപേർ സുന്നഹദോസിലൂടെ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങപ്പെട്ട ആ പഴയ ചരിത്രരേഖകളിലെ നന്മകളിലേക്ക് മടങ്ങിപ്പോകുവാനുള്ള അന്വേഷണങ്ങൾ തീർച്ചയായും നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടാകണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും നമ്മളുടെ ചരിത്രത്തിന്റെ ആ വെളിച്ചം ബദനിയിലെ തിരുമേനി പറയുന്നത് പോലെ പലപ്പോഴും ഇങ്ങനെ വിളക്ക് ഇങ്ങനെ പറയുടെ അടിയിൽ വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ധർമ്മയോഗിയുടെ പ്രബോധനങ്ങൾ എന്ന പുസ്തകത്തിൽ ബദനിയുടെ സ്ഥാപകനായ അലക്സിയോസ് മാർ തെവദോസിയസ് മെത്രാപ്പോലിത്തയാണ് അത് പറയുന്നത്. ക്രിസ്തുവിന്റെ പ്രഥമ ശിഷ്യന്മാരിൽ ഒരുവനും അപ്പോസ്തലനുമായ വിശുദ്ധ തോമസ് ശ്ലീഹ AD 52 ഇവിടെ വന്ന് സഭ സ്ഥാപിച്ചു. ആ ദീപം ഈ നൂറ്റാണ്ടുകളിലെല്ലാം നാം പറയിൻ കീഴിൽ സൂക്ഷിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത് അദ്ദേഹം നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടിയാണ് പറയുന്നത്. കാരണം അത് ഇതുവരെ ആ വെളിച്ചം കെട്ടുപോയിട്ടില്ല. പക്ഷേ അതിനെ ഉയർത്തിപ്പിടിക്കുവാൻ തക്കവണ്ണമുള്ള ചിന്തയാണ് നമ്മളിൽ ഉണ്ടാകേണ്ടുന്നത്. ക്രിസ്തുമതവും മലയാള സാഹിത്യവും എന്ന EMJ വെണ്ണിയൂർ എഴുതിയ ലേഖനത്തിൽ ലോകത്തിലെ ഏറ്റവും പ്രാചീന ക്രൈസ്തവ സമൂഹങ്ങളിൽ ഒന്നാണ് കേരളത്തിലുള്ളത്. ക്രിസ്തു ശിഷ്യനായ മാർത്തോമ ഇവിടെ വന്നു മതം പ്രചരിപ്പിച്ചു എന്നാണ് വിശ്വാസം. എന്നാൽ ചരിത്രത്തിന്റെ ബീജം ഉൾക്കൊള്ളാതെ ചില ചരിത്രകാരന്മാർ പറയുന്നത് പോലെ ഈ പാരമ്പര്യത്തെ ഇല്ല എന്ന് പറയുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. വിശുദ്ധ പത്രോസ് റോമായിൽ ചെന്ന് സഭ സ്ഥാപിച്ചു എന്ന പാരമ്പര്യത്തോളം തന്നെ വിശ്വാസ്യമാണ് ഇതുമെന്ന് ബിഷപ്പ് ഡോക്ടർ ബുക്കാനൻ അഭിപ്രായപ്പെടുന്നുവെന്ന് അദ്ദേഹം പറയുകയാണ്. മാത്രമല്ല പിന്നീട് ശ്രീധരൻ മേനോൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ കേരളത്തിന്റെ ചരിത്രം എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കേരളവും മെഡിറ്ററേനിയൻ പ്രദേശങ്ങളുമായുള്ള പ്രാചീനകാലം മുതലുള്ള വാണിജ്യ ബന്ധങ്ങൾ മനസ്സിലാക്കി വേണം നമ്മളതേക്കുറിച്ച് അത് പറയുവാൻ. വൈദിക സെമിനാറിൽ ഒരിക്കൽ ബഹുമാനപ്പെട്ട വൈദിക സെമിനാറിൽ മുൻ പ്രിൻസിപ്പളായിരിക്കുന്ന ജേക്കബ് കുര്യനച്ചൻ ഒരിക്കൽ പറഞ്ഞത് ഓർക്കുകയാണ്. പിതാവ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് മക്കൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അവിടെ അതേക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നവർക്ക് ആർക്കും പിന്നെ മിണ്ടാൻ സാധിച്ചില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ പിതാവ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് ഞാനും നിങ്ങളും അടങ്ങുന്ന മക്കളാണ് എന്നുള്ള, അതിനപ്പുറത്തേക്കൊരു വാക്കതിനില്ല എന്നുള്ള കാര്യം നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭാരതത്തിലെ എങ്ങു നിന്നും പൊട്ടിമുളച്ചവരല്ല. ഭാരതത്തിന്റെ ആ 1-ാം നൂറ്റാണ്ടിൽ ഇവിടെ വന്ന ആ മാർത്തോമായുടെ വഴിപാടും മാർഗവും പേറിക്കൊണ്ട് ജീവിക്കുന്നവരാണെന്നുള്ള ആ ജീവിതത്തെ നമ്മൾ തിരിച്ചറിയുകയും ഈ കാലഘട്ടത്തിൽ സമൂഹത്തിലേക്ക് നമ്മൾ ചെലുത്തേണ്ടുന്നതായ സ്വാധീനം ഒക്കെ വളരെ വലുതാണെന്ന് നമുക്കറിയാം. പരിശുദ്ധനായ ബാവാ തിരുമേനി ഏറെ വേദനയിലൂടെ കടന്നുപോയി. എന്നാൽ അദ്ദേഹത്തിന്റെ വേർപാട് ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന വലിയ മഹത്തായ ചില അനുഭവങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. ഇന്നൊരു വാനമ്പാടി ഇവിടെ നിന്ന് പാട്ടിലൂടെ കടന്നു പോകുമ്പോൾ മറ്റൊരു വാനമ്പാടി ബാവായെക്കുറിച്ച് അനുസ്മരിച്ച വാക്കുകളൊക്കെ ലോകം മുഴുവൻ കണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ വെളിച്ചം ഇനിയും ഉയർന്നു പ്രകാശിക്കുവാൻ ഇപ്പോഴും പരിശുദ്ധ സഭ
ഇപ്പോഴും ഈ അടുക്കയും പരിശുദ്ധ ബാവാ തിരുമേനി നൽകുന്ന കൽപ്പനകളിലൂടെ മനുഷ്യനെന്ന ആ മനുഷ്യത്വത്തിലേക്ക് നീളുന്നതായ പുതിയ പദ്ധതികൾ നമ്മുടെ ഇപ്പോഴത്തെ പരിശുദ്ധ കാതോലിക്ക ബാവാ തിരുമേനി നൽകുന്നത് നമ്മൾ കാണുകയാണ്. സാധു സുന്ദർ സിംഗിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവില്ലാത്ത ക്രിസ്ത്യാനികൾ, എന്നാൽ ക്രിസ്തുവുള്ള അക്രൈസ്തവർ. ചിന്തിക്കേണ്ടുന്ന വാക്കുകളാണ്. നമ്മുടെ സഭയ്ക്ക് നമ്മുടേതായ ഒരു ചാനൽ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഓരോരോ മേഖലകളിലും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്നതായ പല കാര്യങ്ങളുണ്ട്. ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് പോലും പഠിപ്പിക്കുന്നവർ ഇവിടെയുണ്ട്. നിരീശ്വരവാദികളായിരിക്കുന്ന പലരും ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് പഠിപ്പിക്കുകയാണ്. ആരാണ് അവർക്ക് അതിന് ചിലവ് നൽകുന്നത്? മാത്രവുമല്ല, ഈ പുതിയ കാലഘട്ടത്തിലെ ആധുനിക സംവാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ക്രിസ്തു പ്രവാചകനാണെന്ന് പഠിപ്പിക്കുവാനുള്ള പുതിയ കാലത്തിന്റെ പഠിപ്പിക്കലുകളിൽ നമ്മുടെ പല യുവാക്കന്മാരും വീണു പോകുന്നുണ്ട്. ആ സംവാദങ്ങളിലൂടെ അത് ക്രമീകരിക്കുന്നവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവരതിലൂടെ അവർക്ക് വേണ്ടി അവരെ ആ സംവാദത്തിന്റെ ചുമതല ഏൽപ്പിക്കുന്നവർ ആരാണ്? ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ നമുക്കിടയിൽ നടക്കുന്നതായ ഓരോരോ ദൈവത്തിൽ നിന്നും ഇന്നലകളിൽ നമുക്ക് മാർഗവും വഴിപാടുമായിരുന്ന വെളിച്ചങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുവാൻ ശ്രമിക്കുന്ന ഓരോ ഇടങ്ങളിലേക്കും നമ്മുടെ കണ്ണുകൾ ചെന്നില്ലെങ്കിൽ, മാളികയുടെ മുകളിലിരുന്ന് അനേകം വിളക്കുകൾ കത്തിക്കൊണ്ടിരിക്കുന്നിടത്ത്, വിശുദ്ധ കുർബാന ചൊല്ലുന്നയിടത്ത് യൂത്തിക്കോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വീണ് മരിക്കുന്ന സാഹചര്യം നമ്മുടെ പുതുതലമുറയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അനേകം വിളക്കുകൾ കത്തിക്കൊണ്ടിരുന്ന ദൈവവചനത്തിന്റെ വിശുദ്ധ കുർബാനയുടെ ഇടത്തുനിന്ന് യൂത്തിക്കോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വീണ് മരിക്കുന്നത് പോലെ എന്റെയും നിങ്ങളുടെയും സഹോദരങ്ങളും മക്കളും വീണ് മരിക്കുന്ന സാഹചര്യങ്ങൾക്ക് ഉത്തരവാദി ആരാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്നത് അത്യാവശ്യമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നുണ്ട്, ദൈവത്തിന്റെ ആജ്ഞകൾ നാം എങ്ങനെയാണ് അറിയുക? വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുക. ഓരോരോ വംശത്തിനും ഓരോ രാഷ്ട്രത്തിനും ഭാഷയ്ക്കും വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ട്. ബൈബിൾ, ഖുറാൻ, ഭഗവത്ഗീത, തോറ, ഗ്രന്ഥസാഹിബ് ദൈവത്തിന്റെ ആജ്ഞകൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ചെറുപ്പക്കാർ വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുന്നില്ല. അനുസരണയിലും ഉത്തരവാദിത്വത്തിലും വിവേകത്തിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായ തീരുമാനമെടുക്കാൻ, ജീവിക്കുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ എല്ലാവരെയും സഹായിക്കുമെന്ന് ഭാരതത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടുന്ന 7 പടവുകളെന്ന തിവാരിയുമായി ചേർന്നെഴുതിയ പുസ്തകത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം കുറിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു മാളിക മുറിയിൽ നിന്ന് വീണുമരിക്കുന്ന യൂത്തിക്കോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പോലെ നഷ്ടപ്പെട്ടു പോകുവാനുള്ളതല്ല നമ്മുടെ തലമുറ എന്ന് നമ്മൾ ഓരോരുത്തരും ആഴമായി ചിന്തിക്കേണ്ടുന്നത് ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ നമ്മളെ നടത്തിയ ക്രിസ്തുവിന്റെ ആ വെളിച്ചത്തെ നമ്മളിൽ നിന്ന്, നമ്മുടെ തലമുറയിൽ നിന്ന് അടർത്തിയെടുക്കുവാൻ നടക്കുന്ന ഓരോ ശ്രമങ്ങളെയും അത് മറ്റൊന്നിനു വേണ്ടിയുമല്ല, മറിച്ച് ആ വെളിച്ചത്തെ കെടുത്തിക്കളയുവാൻ തക്കവണ്ണം ആർക്കും സാധിക്കുകയില്ല. എന്നാൽ കരുതലിന്റെ, കാവലിന്റെ ഒരു കണ്ണ് നമുക്ക് ഉണ്ടാകേണ്ടുന്നത് ഏതൊരു കാലഘട്ടത്തിന്റെയും ആവശ്യമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. 2 വേദഭാഗങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത്. ഒന്നാമത് നമ്മൾ കേട്ടത്, തൻ്റെ വസ്ത്രങ്ങൾ കീറിപ്പോകുമ്പോഴും തൻ്റെ വിശുദ്ധിയുടെ വസ്ത്രം കാത്തുസൂക്ഷിച്ചതായ യൗസേപ്പിനെയാണ് നമ്മൾ കാണുന്നത്. തൻ്റെ ജീവിതത്തിലെ ഭക്തിയുടെ വസ്ത്രങ്ങൾ, വിശുദ്ധിയുടെ വസ്ത്രങ്ങൾ കാത്തുസൂക്ഷിച്ച, വിൽക്കപ്പെടുമ്പോഴും തൻ്റെ വിശുദ്ധിയുടെ വസ്ത്രം കാത്തുസൂക്ഷിച്ച ആ യൗസേപ്പിനെയാണ്. പിന്നീട് നമ്മൾ കാണുന്നത്, സ്വയം വിൽക്കപ്പെടുവാൻ നിന്നുകൊടുക്കുമ്പോഴും വിശുദ്ധ കുർബാനയായി ഇന്നും ഈ 2000 വർഷങ്ങൾക്കിപ്പുറവും ഇന്നും നമുക്കിടയിൽ തെളിഞ്ഞു കത്തുന്ന ആ വെളിച്ചം അടുത്ത തലമുറയിലേക്ക് കൂടെ കൊടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം പേറിക്കൊണ്ടാണ് നമ്മളിവിടെ ആയിരിക്കേണ്ടുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. മൂന്നാമതായി ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 13-ാം വാക്യം, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ാം വാക്യം,
ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. മൂന്നാമതായി നമ്മൾ കാണുന്നത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അത് നമ്മുടെ കർത്താവാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് വിലയ്ക്ക് വാങ്ങിയ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിളി അനുസരിച്ച് യൗസേപ്പിനെ പോലെ ഒരു മരമായി, അല്ലെങ്കിൽ യാക്കോബ് പറയുന്നത് പോലെ ഫലപ്രദമായ ഒരു വൃക്ഷമാണ് യൗസേപ്പ് എന്ന് അവസാനം ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാനം അവിടെ പറയുന്നത് പോലെ നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് പറയുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, വഴിമരങ്ങൾക്കിടയിലെ ചില വെളിച്ചമരങ്ങളായി തീരുവാൻ തക്കവണ്ണം ഇതാ വിലക്കെടുക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. തമ്പുരാൻ നമുക്ക് വേണ്ടി വില കൊടുത്ത് നമുക്ക് വേണ്ടി തന്റെ ജീവനെ തന്നെ മറുവിലയായി നൽകി നമ്മളെ വിലക്കെടുത്തിരിക്കുകയാണ്. അത് മറ്റൊന്നിനു വേണ്ടിയല്ല, മറിച്ച് വിലയുള്ളവരായി, ഫലങ്ങൾ കായ്ക്കുന്നവരായി നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ്. അതിന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ അറിയണം. ഇവിടെ പറയുന്നുണ്ട്, ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് എന്ന് കാണുകയാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം എന്നുള്ളത് വീണ്ടും അതിലേക്ക് വീണു പോകുവാനുള്ള സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നതാണ്. അലക്സിയോസ് മാർ യൗസേബിസ് തെവോദോസിസ് തിരുമേനി, ബദനിയുടെ തിരുമേനി ഓർമ്മിപ്പിക്കുന്നു, പ്രത്യേകിച്ച് യുവാക്കളോട്, നാം ഇന്ന് ജീവിക്കുന്നത് സ്വതന്ത്ര ഭാരതത്തിലാകുന്നു. എന്നാൽ നാം യഥാർത്ഥ സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണോ? നാം യഥാർത്ഥ സ്വാതന്ത്ര്യം പ്രാപിച്ചിരുന്നുവെങ്കിൽ ഭാരതത്തിലും പാകിസ്ഥാനിലും ഇന്ന് കാണുന്ന കൊള്ളയ്ക്കും കൊലയ്ക്കും സാമൂഹികവും മതപരവുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും കാരണം എന്താണ്? അദ്ദേഹം പറയുന്നു, സ്വാർത്ഥതയാണ് കാരണം. സ്വാർത്ഥത കൊണ്ടാണ് ഈ കൊലപാതകങ്ങളും പ്രതിസന്ധികളും ഒക്കെ നടക്കുന്നതെന്ന് ഈ പിതാവ് ചൂണ്ടിക്കാണിക്കുകയാണ്. പിന്നീട് അദ്ദേഹം പറയുന്നു, സ്നേഹം, ത്യാഗം, സേവനം, ഇതാണ് സ്വാർത്ഥതയ്ക്ക് പകരം ഓരോ ക്രൈസ്തവനിൽ നിന്നും അല്ലെങ്കിൽ ഓരോ മനുഷ്യനിലും ഉണ്ടാകേണ്ടുന്നത്. സ്നേഹമുണ്ടാകണം, ത്യാഗമുണ്ടാവണം, സേവനമുണ്ടാകണം എന്നുള്ളതാണ്. പ്രളയത്തിന്റെ നടുവിൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ കബറിടത്തിൽ 5000-ത്തിലധികം മനുഷ്യർ എത്ര ദിവസമാണ് ഭക്ഷണം കഴിച്ച് അവിടെ ജീവിച്ചത്? മലങ്കരയുടെ മണ്ണ് പരിശുദ്ധ ബാബ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം എത്ര ദിവസമാണ് എല്ലാവർക്കുമായി തുറന്നു കൊടുത്തത്? ഇതല്ലേ നമ്മുടെ പാരമ്പര്യം? ഇപ്പോഴും എത്രയോ പേർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് എല്ലാ ക്രൈസ്തവ സഭകളും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഭാരതത്തിലും ഒക്കെ തന്നെ പലയിടങ്ങളിലും പ്രതിസന്ധികൾ തീർക്കുന്നവർ, മദർ തെരേസയെ പോലും കുറ്റപ്പെടുത്തുന്നവർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കുവാൻ തക്കവണ്ണം സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സേവനം ചെയ്യുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. ഇത് സാധ്യമാക്കുവാൻ ക്രിസ്തുമതത്തിന് കഴിയും. ക്രിസ്തുവിനെ ഈ ലോകത്തിന് ഭാരതത്തിലൂടെ നൽകുവാൻ തക്കവണ്ണം നമ്മൾ ഓരോരുത്തരിലൂടെയും ശ്രമിക്കണമെന്നാണ് അലക്സിയോസ് മാർ തെവോദോസിയോസ് തിരുമേനി പറയുന്നത്. അദ്ദേഹം തന്റെ ജീവിതം സമർപ്പിച്ചു, സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ടു. അദ്ദേഹം പറയുകയാണ്, നിങ്ങളിലൂടെ, നിങ്ങൾ ഓരോരുത്തരിലൂടെയും ഇതാ സഭയുടെ നന്മകൾ, കർത്താവിന്റെ നന്മകൾ സമൂഹത്തിലേക്ക് അത് പ്രചരിക്കപ്പെടണം എന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹം നൽകുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ ജീവിത വിളി എന്താണെന്ന് വെളിപ്പെടുത്തി കിട്ടുവാനും ദൈവത്തെ സേവിക്കുന്നതിനും ഉത്തമ മാർഗം കാണിച്ചു തരുവാൻ ആത്മാർത്ഥമായും നിരന്തരമായും പ്രാർത്ഥിക്കുക. ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള സർവർക്കും ഓരോ ജീവിത വിളിയുണ്ട് എന്നാണ് പറയുന്നത്. ഈ ലോകത്തിൽ ജീവിച്ചിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ വിളിയുണ്ട് എന്ന് ആ പിതാവ് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് വരാം. കുഴിയാന എന്ന് പറയുന്ന ഒരു ചെറിയ ജീവിയുടെ ജീവിതത്തിൽ തന്റെ ശൈശവകാലത്ത് ഏറ്റവും കൂടുതൽ ക്രൂരമായി, അല്ലെങ്കിൽ ആൻഡ് ലയൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതായ ഒരു
ഒരു പ്രാണിയാണ് കുഴിയാന എന്നുള്ളത്. ഒരുപക്ഷെ ഇന്ന് എന്തുകൊണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് പലപ്പോഴും അവരുടെ ചെറുപ്രായത്തിൽ തന്നെ ഇപ്പൊ നമുക്കറിയാം, ഈ 2 വർഷമായിട്ട് മൊബൈലിൽ മാത്രം ജീവിക്കുന്നൊരവസ്ഥയാണ്. ഈ കുഴിയാന പുറമോട്ടാണ് സഞ്ചരിക്കുന്നത്. ഈ കുഴിയാന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉറുമ്പിനെ ഭക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ഉറുമ്പിന്റെ ഒളിച്ചിരുന്നു കൊണ്ട് ആ ഉറുമ്പിനെ ഭക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. എന്നാൽ ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ കുഴിയാന അതിന്റെ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് നിർത്തി അത് അതിന്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ദ്രവവും മണ്ണുമൊക്കെ ചേർത്ത് ഒരു ചെറിയ വീട് പോലെ ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ ഉറങ്ങി ഉണരുമ്പോൾ അത് തുമ്പികളായി പറന്നു പോവുകയാണ്. ഒരുപക്ഷെ നമ്മുടെ യുവാക്കളും കുഞ്ഞുങ്ങളും ഈ 2 വർഷമായി പള്ളിയിലേക്ക് വരുവാൻ ആരും നിർബന്ധിക്കാതെ സൺഡേ സ്കൂൾ ക്ലാസ്സുകളും സ്കൂളിലെ എക്സാമുകളും പഠനങ്ങളും നമ്മളുമെല്ലാം ഈ ഒരു കാര്യത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും പിറകോട്ട് പോകുന്ന കൊലയാളികളായി തീരുന്ന സാഹചര്യമല്ല, മറിച്ച് ഈ പ്രതിസന്ധികളുടെ നടുവിലും നമ്മൾ പോകേണ്ടുന്ന സാഹചര്യങ്ങളെയാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടുന്നത്. സമയം ദീർഘിച്ചിരിക്കുകയാണ്. 3 ചിന്തകളാണ് നമ്മൾ ഒരുമിച്ച് പങ്കുവച്ചത്. 3 ചിന്തകൾ നമ്മുടെ ജീവിതത്തെ ഈ കാലഘട്ടത്തിന് അനുസൃതമായി ചിന്തിക്കുവാനും നമ്മളാൽ കഴിയുന്നത് പോലെ, മഹാകവി അക്കിത്തം പറഞ്ഞതുപോലെ, ഒരു ചെറിയ പുഞ്ചിരിയാണെങ്കിൽ പോലും അതിലൂടെ ഉദിക്കുന്ന സൗരമണ്ഡലങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം കൂടി, മഹാകവി വള്ളത്തോൾ മഗ്ദലന മറിയം എന്ന ഖണ്ഡകാവ്യം എഴുതിയത് കുന്നംകുളത്ത് ആത്മപോഷണിയുടെ പത്രാധിപരായിരുന്ന, പത്രം മാനേജറായി പ്രവർത്തിച്ച അന്നത്തെ ഷമ്മാശൻ എന്ന് പറയുന്ന പി ജോസഫ് ഷമ്മാശൻ, അദ്ദേഹം എഴുതിയ റബ്ബാശൻ എഴുതിയതായ ആ പ്രമേയൻ സദറായിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം മഗ്ദലന മറിയം എന്ന ഖണ്ഡകാവ്യം എഴുതുന്നത്. അതിന്റെ അവതാരികയും അതിന്റെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നത് ചിത്രമെഴുത്ത് KM വർഗീസ് എന്ന് പറയുന്ന 50ലധികം ഗ്രന്ഥങ്ങൾ എഴുതിയ മാവേലിക്കരക്കാരനായ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം അവസാന കാലത്ത് നമ്മുടെ സഭയിൽ നിന്ന് പോയി. എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ജനസമുദായത്തിന്റെ പുരോഗതിയിൽ സാഹിത്യ ഗ്രന്ഥങ്ങൾക്ക് ഗണനീയമായ ഒരു സ്ഥാനമുണ്ട്. ഈ കൃതി ക്രിസ്തുമതങ്ങളുടെ തത്വങ്ങൾക്കും അതോടൊപ്പം തന്നെ ആശയങ്ങൾക്കും ഹാനി സംഭവിക്കാതെ നിർമ്മിക്കപ്പെട്ടതാണ്. കവി ഒരു പുതിയ മിഷണറി വേല കൂടെ അത്രേ ക്രിസ്ത്യൻ സമുദായത്തിന് ചൂണ്ടിക്കാണിക്കുന്നത് എന്നതാണ് കാണുന്നത്. അപ്പോൾ ഇനിയും നമ്മുടെ ഇടയിൽ നിന്ന് ഉണ്ടാകേണ്ടുന്നതായ എഴുത്തുകൾ, ചരിത്രത്തിന്റെ, ഭാഷയുടെ, നമ്മുടെ സഭയിലെ ഓരോരോ കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ചിറങ്ങുമ്പോഴാണ് നമ്മുടെ സഭ നൽകിയ സംഭാവനകൾ തിരിച്ചറിയുന്നത്. എങ്ങനെയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി അദ്ദേഹം ഐതിഹ്യമാല എന്നുള്ളതായ ഒരു മഹത്തായ ഗ്രന്ഥം ഈ കൈരളിക്ക് സമ്മാനിച്ചത്? മനോരമയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന സമയത്ത് കണ്ടത്തിൽ വർഗീസ് മാപ്പിള അദ്ദേഹത്തോട് ഓരോ കഥകൾ പറയാൻ പറയുകയും അദ്ദേഹം പറയുകയും ഏറ്റവും അവസാനം ഇതൊക്കെ നമുക്ക് പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിർബന്ധിക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ഓരോ ഈ നമ്മുടെ മണ്ണിലെ ഓരോ ഗ്രന്ഥങ്ങളുടെയും ഓരോ എഴുത്തുകാരുടെയും അവരുടെ എഴുത്തിന്റെ ആ രചനയുടെ പിന്നിലെ പ്രചോദനങ്ങൾ അന്വേഷിച്ചു പോകുമ്പോഴും അതോടൊപ്പം തന്നെ അവരൊക്കെ വളർന്നു വന്നതായ സാഹചര്യങ്ങൾ അന്വേഷിക്കുമ്പോഴും മലങ്കര സഭ നൽകിയതായ സംഭാവനകൾ വളരെ വലുതാണ്. അതുകൊണ്ട് എല്ലാ മേഖലകളിലും ഇനിയുള്ളതായ നമ്മുടെ പുതിയ തലമുറയെ കൈപിടിച്ച് നടത്തുവാൻ തക്കവണ്ണമുള്ള ശ്രമങ്ങൾ, ചിത്രമെഴുത്ത് KM വർഗീസ് എന്ന് പറയുന്ന ആൾ പറയുന്നത് പോലെ സാഹിത്യത്തിനും വലിയ പ്രാധാന്യമുണ്ട്. പരിമല തിരുമേനയുടെ പുസ്തകം, ആ യാത്രാ വിവരണം MA-ക്ക് കോളേജിൽ കുട്ടികൾക്ക് പഠിക്കുവാനുണ്ട്. ഇതുപോലെ പുലിക്കോട്ടിൽ ഒന്നാമൻ തിരുമേനിയുടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാലഘട്ടത്തിന്റെ പല കാര്യങ്ങൾ കൊണ്ടും മറച്ചു വെക്കപ്പെട്ടിരിക്കുകയല്ലേ എന്ന് ഇപ്പോൾ നമ്മുടെ സഭയുടെ പല എഴുത്തുകാരും അതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ MOC പല പുസ്തകങ്ങളും നമ്മുടെ എല്ലാ പിതാക്കന്മാരുടെ പുസ്തകങ്ങളും ഇപ്പോൾ പ്രസിദ്ധീകരിക്കുകയാണ് തിമോത്തിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ. ഇങ്ങനെ നമ്മുടെ സഭയുടെ അനേകം കാര്യങ്ങൾ, പ്രത്യേകിച്ച് അതേക്കുറിച്ച് ഒരു ചെറിയ പഠനം ഇങ്ങനെ ഹൃദയപൂർവ്വം ഇങ്ങനെ പല മേഖലയിലുമുള്ള നമ്മുടെ അവഗണനകൾ കാണുമ്പോൾ ഇങ്ങനെ നടത്തുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് കണ്ടെത്തുമ്പോൾ അത്ഭുതമാണ്. നമ്മുടെ സഭ സാഹിത്യ മേഖലയിൽ നൽകിയ സംഭാവനകൾ
അത്ഭുതമാണ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് എല്ലാ മേഖലയിലും ഏറെ ചിന്തിക്കേണ്ടുന്ന മറ്റൊരു മേഖലയാണ് നമ്മുടെ കുഞ്ഞുങ്ങളിന്ന് ഒരു സർക്കാർ ജോലി കിട്ടാതെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു ജോലി കിട്ടാതെ പല രാജ്യങ്ങളിലേക്കും പോവുകയാണ്. അവരിലേക്ക് എത്തി നിൽക്കേണ്ടുന്ന മാർത്തോമൻ പൈതൃകത്തെക്കുറിച്ച് നമുക്ക് മറക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. നമ്മളിന്ന് ചിന്തിച്ചത് 3 കാര്യങ്ങളാണ്. ഒന്നാമതായി, ജോസഫ് എന്ന ഫലപ്രദമായ ഒരു വൃക്ഷമെന്ന പിതാവ് പറയുന്നത് വിൽക്കപ്പെടുമ്പോഴും, തന്റെ സഹോദരങ്ങളുടെ കൈകളാൽ വിൽക്കപ്പെടുമ്പോഴും, പിന്നെയും വിൽക്കപ്പെടുമ്പോഴും അവൻ കാത്തു സൂക്ഷിച്ചതായ വിശുദ്ധിയുടെ വസ്ത്രം നമ്മൾ ഓരോരുത്തരും, പ്രിയപ്പെട്ടവരെ, കാത്തു സൂക്ഷിക്കേണ്ടുന്നത് ഏതൊരു കാലഘട്ടത്തിന്റെയും ആവശ്യം തന്നെയാണ്. രണ്ടാമതായി, ഇതാ നിങ്ങൾ എനിക്കെന്ത് തരുമെന്ന ചോദ്യത്തിൽ സ്വയം വിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് ദൈവം തമ്പുരാൻ നിന്നു കൊടുക്കുമ്പോഴും വിശുദ്ധ കുർബാനയായി ഈ ലോകത്തിന് സമർപ്പിക്കപ്പെട്ട പൊന്നുതമ്പുരാന്റെ ആ ഹൃദയവേദന നമ്മൾ ഓരോരുത്തരും തമ്പുരാന് വേണ്ടി ഏത് കാലഘട്ടത്തിലും ജീവിക്കണമെന്നുള്ള ശക്തമായ തിരിച്ചറിവുകളാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടുന്നത് ആവശ്യമാണ്. മൂന്നാമതായി, നമ്മളെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് വിലയില്ലാതെ ജീവിക്കുന്നതിനല്ല. നമ്മുടെ സഭയുടെ ചരിത്രത്തിന്റെ വഴികളിലെ പുണ്യപിതാക്കന്മാരുടെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുഹിമയിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ, നിങ്ങളുടെ നാളുകൾക്ക് വേണ്ടി ജീവിച്ച, നമ്മുടെ ഇന്നിൽ ജീവിച്ച നമ്മുടെ പുണ്യപിതാക്കന്മാരുടെ, വിശുദ്ധരായ അമ്മമാരുടെ, നമ്മുടെ പൂർവികരുടെ ചരിത്രത്തിന്റെ അവർ കടന്നുപോയ ഓരോ വഴികളിലേക്ക് നമ്മുടെ ഉള്ളുണർത്തിക്കൊണ്ട്, അത് സാഹിത്യ മേഖലയായിക്കൊള്ളട്ടെ, സാമൂഹ്യ മേഖലയായിക്കൊള്ളട്ടെ, ഏത് മേഖലയിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ കൈപിടിച്ച് നടത്തുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായ, ഒന്നിനെയും എതിർക്കുന്നതല്ല. പൈനാടത്ത് എസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കുറിക്കുന്നുണ്ട്, ഇനി കേരളത്തിന് വേണ്ടുന്ന ഒരു സമന്വയ സംസ്കൃതിയാണ്. പ്രത്യേകിച്ച് അഭിനന്ദ യുലിയോസ് തിരുമേനി ഇവിടെയുണ്ട്. മറ്റു മതങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ആദരവുകൾ വളരെ ശ്രദ്ധേയമാണ്. എസ് എ പൈനാടത്ത് പറയുന്നുണ്ട്, എല്ലാവരും എല്ലാ മതങ്ങളിലേക്കും ഉള്ളുണർത്തണം, മഹത് ഗ്രന്ഥങ്ങൾ വായിക്കണം, അതിലെ നല്ല മനുഷ്യരെ കണ്ടെത്തണം. അങ്ങനെ ഇന്നലകളിൽ എന്നതുപോലെ എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ള വലിയ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന മനോഹരമായ പൈതൃകങ്ങൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ട്, നല്ല അറിവുകൾ സ്വീകരിച്ചുകൊണ്ട്, ഈ കാലഘട്ടത്തിന് ഞാനൊരു മനുഷ്യനാണെങ്കിൽ മനസാക്ഷിയോടെയും മനുഷ്യത്വത്തോടെയും ജീവിക്കണമെന്നുള്ള ഉസ്താദ് സിർമനി പറഞ്ഞതുപോലെ നിർമനുഷ്യരായിട്ടല്ല, മനസാക്ഷിയുള്ള നല്ല മനുഷ്യരായി ജീവിക്കുവാൻ തക്കവണ്ണം നമ്മെ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഇതാ യൗസേപ്പിനെ പോലെ ഫലപ്രദമായ ഒരു വൃക്ഷമായി ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് ഈ കൺവെൻഷനിൽ വരുവാനും അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുവാനും തക്കവണ്ണം, പ്രത്യേകിച്ച് ആർത്താറ്റ് പള്ളിയിൽ വന്ന് അവിടെ കയറി നിൽക്കുമ്പോൾ സ്വർഗത്തിലെത്തിയോ എന്ന് തോന്നുന്ന വലിയ പ്രതീതികൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എത്രയെത്രയോ കാലങ്ങൾക്ക് പിൻപിലേക്കാണ്. ഈ നാട്ടിലേക്ക് വരുവാൻ, നമ്മുടെ എല്ലാ പൈതൃകങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ ഒക്കെ ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പുണ്യപിതാക്കന്മാരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നു. പ്രത്യേകിച്ച് ഇതിനൊക്കെ അവസരം നൽകുന്ന അഭിനന്ദ തിരുമനസ്സിനോടുള്ള പ്രത്യേകമായ നന്ദി, സ്നേഹം, ആദരവുകൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിലേക്ക് എന്നെ ക്ഷണിച്ച ഭദ്രാസന സെക്രട്ടറി അച്ഛനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അലക്സ് അച്ഛനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കൺവെൻഷന്റെ എല്ലാ ചുമതലക്കാരോടും, ശ്രേഷ്ഠരായിരിക്കുന്ന എല്ലാ വൈദികരോടും, ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും, ഇതിൽ വിദൂരതയിലിരുന്നത് കേൾക്കുന്ന എല്ലാവരോടും, ഈ ചിന്തകളിലെ നന്മകൾ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം പുതിയ തലമുറയിലേക്ക് വിശുദ്ധരായി ജീവിച്ചുകൊണ്ട് ഇതിന് ഇനിയും നമ്മുടെയൊക്കെ ചിന്തകൾ ഇതിനെ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇതിൽ കരുതലോടെ ആയിരിക്കുന്ന എല്ലാവരോടുമുള്ളതായ നന്ദി, സ്നേഹം, ആദരവുകൾ അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ഇതാ നിനുവയിലെ ആ നോമ്പിന്റെ അനുഭവങ്ങളിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ 3 രാവും പകലും
നമുക്ക് ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് ഇതാ നിനവെ എന്ന് പറയുന്ന നാടും ആ പ്രവാചകനും ദൈവകൃപ പ്രാപിച്ചതുപോലെ നമ്മെ ദൈവം കൂടെ ഇരുന്ന് നടത്തട്ടെ.